नाम संकीर्तन यज्ञ की जय। शिल प्रभुपाद की जय। षड्गोस्वामी वृंद प्रभु की जय. അപ്പോൾ ഇന്ന് 5ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കേണ്ടത്. കൃഷ്ണ പ്രഭു കുറച്ചുകൂടെ സൗണ്ട് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം പ്രഭു. 5ാമത്തെ ശ്ലോകമാണ് എടുക്കേണ്ടത് നമ്മളെ. ആരെങ്കിലും വായിക്കാവോ? വായിച്ചോളൂ മാതാജിലെങ്കിൽ. കൃഷ്ണേതി യസ്യ ഗിരി വായിക്കാം. ശ്ലോകം 5. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണേതി യസ്യ ഗിരി തം മനസാദ്രിയേത ദീക്ഷാസ്തി ചേത് പ്രണതിശ്ച ഭജന്തമീശം ശുശ്രൂഷയാ ഭജന വിജ്ഞമനന്യമന്യ നിന്ദാദിശൂന്യാ ഹത നിന്ദാദിശൂന്യാ ഹൃദ മിപ്സിത സഗ്നലബ്ധ്യ. ഹരേ കൃഷ്ണ. അർത്ഥം അന്വയം എല്ലാം വായിക്കണോ പ്രഭു? വായിച്ചോളൂ. ഓക്കെ. ഹരേ കൃഷ്ണ. യസ്യ ഗിരി യാതൊരുവിന്റെ വാക്കിൽ അഥവാ ഭാഷണത്തിൽ കൃഷ്ണ ഇതി കൃഷ്ണ എന്ന പുണ്യനാമം ഉണ്ടോ, തം അവനെ മനസ്സുകൊണ്ട് ആദരിയേത ആദരിക്കണം, യസ്യ യാതൊരുവന് ദീക്ഷ വിധിപ്രകാരമുള്ള ദീക്ഷ അസ്തി ചെയ്ത് ഉണ്ട് എങ്കിൽ ഈശം ഭജന്തം ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നവനായ തം അവനെ പ്രണതിപിച്ച നമസ്കാരങ്ങൾ കൊണ്ട് ആദരിയേത ആദരിക്കണം, അനന്യം മറ്റൊന്നിലേക്കും വ്യതിചലിക്കാതെ ഭജന വിജ്ഞം ഭക്തിയുടെ സേവനത്തിൽ മുന്നേറിയവനും അന്യനിന്ദാദി അന്യന്മാരെ നിന്ദിക്കുക മുതലായവ ശൂന്യ ഹൃദയം ദോഷങ്ങളില്ലാത്ത ഹൃദയത്തോടു കൂടിയവനുമായ ഭഗവത് ഭക്തനെ ഈ സിത അഭിലക്ഷണീയമായ സങ്കലബ്ധ്യ ലഭിക്കുകയാൽ ശുശ്രൂഷയ പ്രായോഗികമായി സേവനം ചെയ്തുകൊണ്ട് ആദരിയേത ആദരിക്കണം. പരിഭാഷ. ഭഗവാൻ കൃഷ്ണന്റെ പുണ്യനാമം കീർത്തനം ചെയ്യുന്ന ഭക്തനെ മനസ്സുകൊണ്ട് ബഹുമാനിക്കേണ്ടതാണ്. ഗുരുവിൽ നിന്ന് ദീക്ഷ സമ്പാദിച്ച് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തനെ വിനയപൂർവ്വം വന്ദിച്ച് ആദരിക്കണം. മനസ്സിനെ മറ്റൊന്നിലേക്കും വ്യതിചലിപ്പിക്കാതെ ഭക്തിമാർഗത്തിൽ മുന്നേറിയവനും മറ്റുള്ളവരെ നിന്ദിക്കുക മുതലായ പ്രവണതകൾ തീരെ ഇല്ലാത്ത ഹൃദയത്തോടു കൂടിയവനുമായ ശുദ്ധഭക്തന്മാരെ ശ്രദ്ധാപൂർവം സേവിക്കുകയും അവരുമായി കൂടിക്കഴിയുകയും വേണം. ഭാവാർത്ഥം. മുൻപറഞ്ഞ പദ്യത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള 6 വിധത്തിലുള്ള പ്രേമ വ്യവഹാരങ്ങൾ ബുദ്ധിപൂർവം പ്രായോഗികമാക്കണമെങ്കിൽ വിവേചന ശക്തി ഉപയോഗിച്ച് ശരിയായ വ്യക്തികളെ തെരഞ്ഞു കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആകയാൽ വൈഷ്ണവന്മാരെ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് സമുചിതമായ രീതിയിൽ വേണം സമീപിക്കുവാൻ എന്ന് ശ്രീല രൂപ ഗോസ്വാമി നമ്മെ ഉപദേശിക്കുകയാണ്. പ്രസ്തുത പദ്യത്തിൽ കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി എന്നിങ്ങനെ 3 തരത്തിലുള്ള ഭക്തന്മാരോട് നാം എങ്ങനെ പെരുമാറണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നു. ഗുരുവിൽ നിന്ന് ഹരിനാമം ഉച്ചരിക്കുന്നതിൽ പ്രാരംഭോപദേശം നേടിയ കൃഷ്ണനാമ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്തിമാർഗ നവാഗതനാണ് കനിഷ്ഠാധികാരി. അവനെ ഒരു കനിഷ്ഠ വൈഷ്ണവൻ എന്നു കരുതി മനസ്സിൽ അവനോട് നാം ആദരവ് പുലർത്തണം. ശരിയായ ആചാര്യനിൽ നിന്ന് ഭക്തിമാർഗത്തിൽ ഉപദേശദീക്ഷ നേടി ഭഗവാനെ ഭക്തിപൂർവ്വം സേവിക്കുന്നതിൽ നിരന്തരം വ്യാപരിക്കുന്നവനാണ് മധ്യമ അധികാരി. മധ്യമാധികാരി ഭക്തിമാർഗത്തിൽ ഇടനിലയിൽ നിൽക്കുന്നു. ഭഗവത് ഭക്തിയിൽ ബഹുദൂരം പുരോഗമിച്ച സമുന്നതനായ ഒരു ഭാഗവതനാണ് ഉത്തമാധികാരി. മറ്റുള്ളവരെ കുറിച്ച് ദൂഷണം പറയുന്നതിലൊന്നും ഉത്തമാധികാരിക്ക് യാതൊരു താല്പര്യവും കാണുകയില്ല.
അയാളുടെ ഹൃദയം തികച്ചും നിഷ്കളങ്കമാണ്. അവൻ ദോഷസ്പർശമില്ലാത്ത കൃഷ്ണാവബോധത്തിന്റെ സ്ഥിതിയിലേക്ക് എത്തിയവനാണ്. ശ്രീല രൂപഗോസ്വാമി ദൃഷ്ടിയിൽ അത്തരം മഹാഭാഗവതനുമായി അഥവാ പൂർണ്ണ വൈഷ്ണവനുമായി സമ്പർക്കത്തിലേർപ്പെടുന്നതും അയാളെ സേവിക്കുന്നതും ഏറ്റവും അഭികാമ്യമത്രേ. ഭക്തിയുഗ സേവനത്തിന്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിലുള്ള ദേവവിഗ്രഹത്തെ ഭജിക്കുന്നതിൽ മാത്രം തത്പരനായി വർത്തിക്കുന്ന ഒരു കനിഷ്ഠാധികാരിയുടെ മട്ടിൽ സദാ കഴിയുവാൻ ആരും തുനിയരുത്. ശ്രീമദ് ഭാഗവതത്തിൽ 11.2.47 അത്തരം ഭക്തന്മാരെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. അർച്ചായാമേവ ഹരയെ പൂജാംയ ശ്രദ്ധയേ ഹതേ ന തദ്ഭക്തേഷു ചാന്യേഷു സഭക്ത പ്രാകൃത സ്മൃതഃ. ശ്രദ്ധയോടുകൂടി ഭഗവത് വിഗ്രഹത്തെ ക്ഷേത്രത്തിൽ ചെന്ന് ആരാധിക്കുന്നവനും എന്നാൽ ഭഗവത് ഭക്തന്മാരോടോ സാമാന്യ ജനങ്ങളോടോ വേണ്ടവിധം പെരുമാറാൻ അറിയാത്തവനുമായ ഒരാൾ പ്രാകൃത ഭക്തനാണ്, കനിഷ്ഠാധികാരിയാണ്. ആകയാൽ കനിഷ്ഠാധികാരിയുടെ തലത്തിൽ നിന്ന് അവനവനെ ഉയർത്തുവാൻ, മധ്യമാധികാരിയുടെ തലത്തിലേക്ക് ഉയർത്തുവാൻ ഓരോരുത്തനും ശ്രമിക്കേണ്ടതാണ്. മധ്യമാധികാരിയെ ശ്രീമദ് ഭാഗവതത്തിൽ 11.2.46 ഇപ്രകാരം പ്രതിപാദിച്ചിരിക്കുന്നു. ഈശ്വരേ തദദിനേഷു ബാലിശേഷു ദുഷ്യസു ച പ്രേമമൈത്രി കൃപോപേക്ഷായ കരോതി സ മധ്യമ. പരമപുരുഷോത്തമനായ ഭഗവാനെ പ്രേമഭാജനമായി കരുതി ആരാധിക്കുകയും ഭഗവത് ഭക്തന്മാരിൽ മൈത്രിയോടും അജ്ഞാനികളിൽ കൃപയോടും അസൂയാലുക്കളിൽ ഉപേക്ഷാബുദ്ധിയോടും പെരുമാറുകയും ചെയ്യുന്ന ഭക്തനാണ് മധ്യമ അധികാരി. ഇതാണ് ഭക്തിയുഗ സേവനം പുഷ്ടിപ്പെടുത്താനുള്ള ശരിയായ മാർഗം. ആകയാൽ ഈ പദ്യത്തിൽ ശ്രീല രൂപഗോസ്വാമി വിവിധ ഭക്തന്മാരോടുള്ള വ്യവഹാരം എങ്ങനെ വേണം എന്ന് ഉപദേശിച്ചിരിക്കുകയാണ്. അനുഭവജ്ഞാനം വെച്ചുകൊണ്ട് തന്നെ വൈഷ്ണവന്മാർ പലതരത്തിലുണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രാകൃത ഭക്തന്മാർ സാമാന്യേന ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാറുണ്ട്. പക്ഷെ അവർക്ക് മദ്യത്തോടും മദിരാക്ഷിമാരോടും ധനത്തോടും ആസക്തിയുണ്ട്. അവർ ഭഗവാന്റെ പുണ്യനാമം ജപിക്കുന്നുണ്ടെങ്കിൽ കൂടി ശരിയായ മനഃശുദ്ധി ലഭിച്ചവരല്ല. അക്കൂട്ടരെ മനസ്സുകൊണ്ട് ബഹുമാനിച്ചാൽ മാത്രം മതി. അവരുടെ സഹവാസം ഉപേക്ഷിക്കണം. സത്തുക്കളാണെങ്കിലും ദുസ്സംഗം കൊണ്ട് വ്യതിചലിച്ച് ശുദ്ധരായ ഭക്തന്മാരിൽ നിന്നും വീണ്ടും ഉപദേശം വാങ്ങുന്നതിന് തയ്യാറാവുന്നവരുണ്ടായിരിക്കും. അവരെ സഹായിക്കണം. എന്നാൽ ശരിയായ ആചാര്യന്മാരിൽ നിന്ന് നിഷ്ഠാപൂർവം ഉപദേശം വാങ്ങി ഭക്തിമാർഗത്തിൽ പുതുതായി പ്രവേശിക്കുകയും ആചാര്യന്റെ നിർദ്ദേശങ്ങളെ ഗൗരവ ബുദ്ധിയോടുകൂടി പരിപാലിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് പ്രത്യേകമായ ആദരം പ്രദർശിപ്പിക്കേണ്ടതാണ്. ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ ജാതിവർണം മുതലായവയ്ക്കൊന്നും യാതൊരു പരിഗണനയും ഇല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, അതെ, ഇത് കഴിഞ്ഞു. താങ്ക് യു. ഹരേ കൃഷ്ണ. കൃഷ്ണ ഏതാ വായിക്കുന്ന പേജ്? ഞാനിപ്പോ കേറിയുള്ളൂ. അഞ്ചാമത്തെ ശ്ലോകം. അഞ്ചാമത്തെ ശ്ലോകം. പേജ് ഏതാ? 25. ശരി. ഹരേ കൃഷ്ണ. ഈ അഞ്ചാമത്തെ ശ്ലോകത്തില്, അതായത് നമ്മൾ ആദ്യത്തെ 4 ശ്ലോകത്തില് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഒരു ഇന്ദ്രിയ നിയന്ത്രണത്തിനെ കുറിച്ച് നോക്കി, എന്തൊക്കെ ആധ്യാത്മ്യത്തിനെ സഹായിക്കും, എന്തൊക്കെ ആധ്യാത്മ്യത്തിനെ സഹായിക്കില്ല എന്നുള്ള കാര്യമൊക്കെ നോക്കിയിരുന്നു. ഇപ്പൊ വന്നിട്ട് എന്താണ് നോക്കുന്നു വെച്ചാൽ, ഇങ്ങനെ ആധ്യാത്മികത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതില് നമ്മളിപ്പോൾ ആശ്രമത്തിൽ വരും, അല്ലെങ്കിൽ ഇസ്കോൺ അമ്പലത്തിൽ വരും. ഇസ്കോൺ അമ്പലത്തിൽ വരുമ്പോൾ ഒത്തിരി ഭക്തന്മാരുണ്ടാവും. പക്ഷെ നമ്മൾ ആധ്യാത്മികത്തിൽ ഇതുവരെ വരാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആധ്യാത്മികമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ കാവ്യ ഉടുത്തിരിക്കാം, ഒരാൾ എന്നെ പോലെ വെള്ള ഡ്രസ്സ് ധരിച്ചിരിക്കാം, ധോത്തി ഉടുത്തിരിക്കും, തിലകമിട്ടിരിക്കും, കണ്ടിമാല ഇട്ടിരിക്കും. കാണുമ്പോൾ വളരെ എന്താ പറയുക, കാണുമ്പോൾ നമുക്ക് എല്ലാവരും വലിയ ഭക്തന്മാരാണ്, എന്തോ ദേവലോകത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെയൊക്കെ ആൾക്കാർക്ക് ഫീൽ ചെയ്യും. ഇവരൊക്കെ സ്പെഷ്യലാണ്, അവിടെ ഭഗവാന്റെ ലോകത്തിൽ എപ്പോഴും ഭഗവത് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാകും. പക്ഷെ ചിലപ്പോൾ ആ തോന്നലിനൊരു
തെറ്റ് പറ്റും. എന്താ സംഭവിക്കും എന്ന് ചോദിച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു രീതിയിലായിരിക്കില്ല ഈ ഭക്തന്മാരുടെ പ്രവൃത്തി. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് ഇവിടെ പറയുന്നത്. ഭക്തന്മാർ തന്നെ 3 കാറ്റഗറി ഉണ്ടെന്നാണ് പറയുന്നത്. ഭക്തന്മാരിൽ കനിഷ്ഠ അധികാരി, മധ്യമധികാരി, ഉത്തമാധികാരി എന്ന് പറയുന്ന 3 കാറ്റഗറിയിലാണ് ഭക്തന്മാരെ രൂപഗോസ്വാമി പറയുന്നത്. അപ്പോൾ കാരണം നമ്മൾ എല്ലാവരെയും ഒരേ കണ്ണുകളിൽ കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ അവരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ അവിടെ ഒരു കോട്ടം തരും. അപ്പൊ അത് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭക്തന്മാർക്ക് എന്താ സംഭവിക്കുന്നത്, ആ ഭക്തന്മാർ എന്തുകൊണ്ടാണ് നമ്മളെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു തുടക്കക്കാരൻ ഭക്തൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ 3 കാറ്റഗറിയാണ് പറഞ്ഞത്. 1 എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് നാമം ജപിക്കുന്ന വ്യക്തി. ആദ്യം അത് ഒരു പ്രാവശ്യം നാമം ജപിച്ചാലും മതി. ഒരാൾ കൃഷ്ണ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, അല്ലെങ്കിൽ ഒരു മന്ത്രം മുഴുവനുമായിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മറ്റുള്ള വ്യക്തിയെക്കാളും ഗ്രേറ്റ് ആണ് എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ആ ജീവാത്മാവിന് ഈ ജന്മത്ത് ഹരിനാമം ജപിക്കാനുള്ള ഒരു അവസരം കിട്ടി. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ആ വ്യക്തി ഇത്ര ഗ്രേറ്റ് ആണെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, എത്രയോ ജന്മം കഴിഞ്ഞിട്ട് ഇതുവരെയും ഭഗവാനിൽ തിരിച്ചു പോകാനുള്ള ഒരു എലിജിബിലിറ്റി അത് വന്നിട്ടേ ഇല്ല ആ ജീവാത്മ. പക്ഷെ എപ്പോൾ ഹരിനാമം കൃഷ്ണനാമം ജപിച്ചോ അപ്പൊ ആ വ്യക്തിക്ക് ഡിവോട്ടി ആകാനുള്ള ക്വാളിറ്റി വന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി രക്ഷപ്പെടാനുള്ള ലിസ്റ്റിലായി. ഇപ്പോൾ നമ്മൾ ജയിലിൽ പോകുമ്പോൾ ഒരു സ്വാതന്ത്ര്യ ദിനത്തിനാകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ റിലീസ് ചെയ്യും. കുറേ നല്ല നടത്ത കണ്ടിട്ട്, അയാളുടെ പ്രവൃത്തി കണ്ടിട്ട്, അയാൾ നന്നായി അവിടെ വേറെ ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാക്കുന്നില്ല, നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കുറച്ച് പേര് സെലക്ട് ചെയ്തിട്ട് കുറച്ച് പേര് റിലീസ് ചെയ്യും. അതുപോലെ അവർക്കൊരു എലിജിബിലിറ്റി ആയി. പക്ഷെ ലിസ്റ്റിലുണ്ടാകും, എപ്പോൾ റിലീസ് ചെയ്യുമെന്നൊന്നും അറിയില്ല, അവർ ലിസ്റ്റിലായി. അതേപോലെ ഹരിനാമം ജപിച്ചാൽ തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകാനുള്ള മാർഗം അവർക്ക് കിട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്താണ്, ഒരു പ്രാവശ്യം ഹരിനാമം ജപിച്ചാൽ തന്നെ അയാൾക്ക് ആ വ്യക്തിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഹരിനാമം ജപിക്കുന്ന ഒരാളെയും റെസ്പെക്ട് ചെയ്യാതെ ഇരിക്കരുത്. എല്ലാ ഭക്തന്മാരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പക്ഷെ റെസ്പെക്ട് ചെയ്യേണ്ട രീതിയുണ്ട് എന്നും ഇവിടെ പറയുന്നുണ്ട്. എല്ലാവരെയും ഉടനെ പോയിട്ട് കാൽക്കളിൽ വീണ് നമസ്കരിച്ച് അങ്ങനെയല്ല റെസ്പെക്ട് ചെയ്യേണ്ടത്. നമുക്ക് അതിൻ്റെ രീതി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറിയിൽ എന്താണ്, ഒരാൾ ആരാണോ നാമം ജപിക്കാതെ വ്യക്തികളെക്കാളും ഒരു പ്രാവശ്യമെങ്കിലും നാമം ജപിച്ച വ്യക്തി, അദ്ദേഹം ഉത്തമമാണ്, അദ്ദേഹം അവരെക്കാളും ബെറ്ററാണ്. അടുത്തത് കനിഷ്ഠ അധികാരി എന്ന് പറയാം. അപ്പൊ കനിഷ്ഠ അധികാരിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവര് ദീക്ഷ മേടിച്ച വ്യക്തികളായിരിക്കും. ഈ ഭക്തന്മാരെങ്ങനെയാണ്, ഗുരുദീക്ഷ മേടിച്ച ഭക്തന്മാരായിരിക്കും. അപ്പൊ ഗുരുദീക്ഷ മേടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു കാരുണ്യമാണ്. ഗുരുയുടെ അനുഗ്രഹം. ബ്രഹ്മാണ്ടേ ബ്രഹ്മിത്തെ കോനെ ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണ പ്രസാദേ ഭക്തിലതാ ബീജ് എന്ന് പറയുന്നത്. അതായത് ഈ ബ്രഹ്മാണ്ടത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിലെ ഏറ്റവും പൈസക്കാരനാണ്, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തിമാനാണ്, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതല്ല അതിന്റെ കണക്ക്. അപ്പൊ ഇവിടെ എന്താണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചാൽ, ആർക്കാണോ ഗുരുവിനെ കിട്ടിയിട്ടുള്ളത്, ആർക്കാണോ കൃഷ്ണന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളത്, ആ വ്യക്തിയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാഗ്യവാൻ എന്ന് പറയും. അപ്പൊ ബ്രഹ്മാണ്ടേ ബ്രഹ്മത്തെ കോനെ ഭാഗ്യവാൻ ജീവ, ആരാണ് ആ ഭാഗ്യവാൻ ജീവ? ഗുരു കൃഷ്ണ പ്രസാദേ ബായ്, ഗുരുവുടെയും കൃഷ്ണന്റെയും പ്രസാദം അനുഗ്രഹം കിട്ടിയ വ്യക്തിയാണ് ഏറ്റവും വലിയ ഭക്തൻ. എന്തുകൊണ്ടാണ്? അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൃഷ്ണപ്രേമം ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഭക്തൻ, തുടക്കക്കാരൻ ഭക്തൻ, കനിഷ്ഠ അധികാരി എന്ന് പറയുന്ന ഭക്തൻ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാമം ജപിക്കുന്നു, ഗുരുദീക്ഷ മേടിച്ചു, ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ച് അവരെ മന്ത്രദീക്ഷ കിട്ടി. അപ്പൊ അന്ന് ആ ആധ്യാത്മിക ഗുരു എന്താ ചെയ്യിച്ചാല്, അദ്ദേഹം ഒരു പ്രാവശ്യം ജപമാലയിൽ ഹരിനാമം ജപിച്ചുകൊണ്ട് തുളസിമണിയിൽ, അതുവരെ ചിലപ്പോൾ തുളസിമണി യൂസ് ചെയ്യില്ല,
അതുവരെ നീം വേപ്പിന്റെ മുത്തൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ആധ്യാത്മിക ഗുരു ഒരു തുളസി മുത്തെടുത്ത് അദ്ദേഹം ഒരു മാല മുഴുവനും ജപിച്ച് ഈ ശിഷ്യന് അതിനെ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഒരു അനുഗ്രഹവും കൊടുത്തെ. അപ്പൊ ഇത്രയും നാളും ചിലപ്പോൾ നമ്മൾ 16 മാല ജപിച്ച് കാണാം, നമ്മൾ എന്താ പറയുക, നമ്മൾ നാമം ജപിച്ച് തുടങ്ങി കാണാം. പക്ഷെ എന്നിരുന്നാലും ഗുരുവിന്റെ കയ്യിൽ നിന്ന് ഒരു അനുഗ്രഹത്തോട് ജപിക്കുമ്പോൾ അവിടെ വ്യത്യാസമാണ്. അവിടെ നമ്മുടെ ജപത്തില് വേറെയാണ്, അതിന്റെ റിസൾട്ട് വേറെയായിരിക്കും. നേരത്തെയും ജപിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഒരു ബ്ലെസ്സിങ്സോടി കൂടിയാണ് ജപിക്കുന്നത്. അപ്പൊ അവിടെ ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. ഒരു ദീക്ഷ എടുക്കുമ്പോൾ ഗുരു ചോദിക്കും 4 യമനിയമങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാമോ? ഓക്കെ, ഞാൻ ഫോളോ ചെയ്യാം. അപ്പൊ ഗുരു പറയാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ശരി, 4 യമനിയമങ്ങൾ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞു. ഏകാദശി വ്രതം അനുഷ്ഠിക്കാമോ? ഞാൻ ഏകാദശി വ്രതം അനുഷ്ഠിച്ചോളാം. 16 മാല ജീവിതകാലം മുഴുവനും മരണം വരെ നിങ്ങൾ ജപിച്ചോളാമോ? പ്രോമിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയാണ് ഓക്കെ, ഞാൻ എൻ്റെ ലൈഫ് ടൈം മുഴുവനും ഞാൻ ഈ 16 റൗണ്ട്സ് ജപിച്ചോളാം. അപ്പോൾ ഗുരു ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും, ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ദിവസം ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയണം, എങ്കിൽ ആ ജപം, ഇന്ന് മുടങ്ങിയ ജപം നാളെ ചേർത്ത് ജപിക്കാം. അപ്പോൾ അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും, അഥവാ നിങ്ങൾക്ക് നാളെ ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ നാളത്തതും ചേർത്ത് അതിൻ്റെ അടുത്ത ദിവസം ജപിക്കാം. അപ്പോഴും ചോദിക്കും, അഥവാ നിങ്ങൾക്ക് അടുത്ത ദിവസവും ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ എത്ര പെൻഡിങ് ഉണ്ടോ അതെല്ലാം ഞാനത് ചെയ്ത് തീർക്കും എന്ന് പറയാം. എങ്കിൽ മാത്രമേ ഗുരു നമ്മളെ എന്തായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ? ശിഷ്യനായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന കണ്ടീഷൻ ഇവിടെ ഒരു എഗ്രിമെന്റ് ആണ്. ഗുരുവും ശിഷ്യനും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. എന്താണ് എഗ്രിമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരു പറയുന്നത് പോലെ 4 നിയമങ്ങൾ ഫോളോ ചെയ്തോളാം, പിന്നെ ഹരിനാമം എൻ്റെ ജീവിതകാലം മുഴുവനും ജപിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ, ഓക്കെ, ഇപ്പോ ഗുരു പറയുന്ന കണ്ടീഷനെല്ലാം നമ്മൾ എഗ്രി ചെയ്തു. അതുകൊണ്ട് ഗുരുയെ നമ്മളെ ശിഷ്യനായിട്ട് സ്വീകരിക്കും. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് നമുക്കും ഗുരുവിനും തമ്മിൽ. എപ്പോഴാണോ നമ്മൾ ഈ കണ്ടീഷൻ ബ്രേക്ക് ചെയ്യുവോ, അപ്പോൾ ഗുരു എന്താണ്, ഗുരുയുടെ ഓട്ടോമാറ്റിക് ആ എഗ്രിമെന്റ് വോയിഡ് ആവും, അതിന്റെ വാല്യൂ ഇല്ലാതെയാകും. എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരു പറയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ കൃഷ്ണന്റെ അടുത്ത് ഞാൻ എത്തിക്കേണ്ട കാര്യം ഞാൻ ഏറ്റു. അതേ നമ്മളെ കൃഷ്ണന്റെ അടുത്ത് കൊണ്ടുപോകും. പക്ഷെ നമ്മൾ ഈ പറയുന്ന പ്രോമിസ് ബ്രേക്ക് ചെയ്താൽ ഗുരുവിന് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, നമ്മളെ കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്താ പറയുന്നത്, ദീക്ഷയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ ഇത് വലിയ വിഷയമാണോ, ഇത് പറ്റാത്ത കാര്യമാണോ എന്ന് తెలిയില്ല. ഈസി ആയിട്ട് പറ്റും, പക്ഷെ നമ്മൾ സിൻസിയാരിറ്റി ഉണ്ടാവണം. അത് ചെയ്യാം. 2 മണിക്കൂർ ഡെയിലി നാമം ജപിക്കണം. അത് ഓൾറെഡി ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും എനിക്ക് ചെയ്യാൻ പറ്റും. റെഗുലേറ്ററി പ്രിൻസിപ്പിൾ, നോ മീറ്റ് ഈറ്റിംഗ്, അത് ഞാനിപ്പോൾ കഴിക്കുന്നില്ല. നോ ഇല്ലിസിറ്റ് സെക്സ്, അത് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല, അവീത ബന്ധം വരുന്നില്ല. ഗാംബ്ലിംഗ്, ഞാൻ ചൂത് കളിക്കുന്നില്ല. ലഹരി പദാർത്ഥങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത് എളുപ്പമാണ്. പക്ഷേ എളുപ്പമായിരുന്നാലും അസിൻസിയറായിട്ട് മുടങ്ങാതെ ചെയ്താൽ, ഈ പ്രോമിസ് കൃത്യമായിട്ട് ചെയ്താൽ ഗുരു എവിടെ വിളിച്ചുകൊണ്ട് പോകും? ഭഗവാന്റെ അടുത്ത് പോകും. അപ്പൊ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വ്യക്തിക്ക് ആധ്യാത്മികത്തിൽ താല്പര്യം വന്നു എന്നാണ്. ആ വ്യക്തിക്ക് എന്താണ്? ആധ്യാത്മിക വിഷയത്തിൽ താല്പര്യം വന്നു, ഭഗവാന്റെ അടുത്ത് പോകണം എന്നുള്ള തീരുമാനം, ഉറച്ച തീരുമാനം ആ മനസ്സിനകത്ത് വന്നു. അപ്പോൾ ആ വ്യക്തിക്ക് ആധ്യാത്മികത്തിൽ പുരോഗതി നേടാനുള്ള ഗുണം അദ്ദേഹത്തിനുണ്ട്. അങ്ങനത്തെ വ്യക്തി, അങ്ങനെ തീരുമാനം എടുത്തുകൊണ്ട് ഫസ്റ്റ് ദീക്ഷ എടുത്ത വ്യക്തിക്ക് എന്താണ്, അവരെയാണ് കനിഷ്ഠ അധികാരി. അതായത് തുടക്കക്കാരനാണ്. ഇപ്പൊ അതായത് ചിലർ എന്താ മനസ്സിൽ വിചാരിക്കും, ചില ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് വിചാരിക്കും. ഓക്കെ, ഞാൻ ദീക്ഷ എടുത്തു, ഇസ്കോണിൽ ഇത്രയും വർഷം പോയി, 4-5 വർഷം പോയതിനു ശേഷം എനിക്ക് ദീക്ഷ കിട്ടി, ഇനി എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല, ഇനി ഭഗവാന്റെ അടുത്ത് ഞാൻ അങ്ങ് പൊക്കോളും എന്ന് വിചാരിക്കും. അങ്ങനെ പോകില്ല. ദീക്ഷ എടുക്കുക എന്നത്, ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു തുടക്കം മാത്രമേ ആകുന്നു. ആധ്യാത്മികത്തിൽ ഇപ്പോഴാണ് തുടങ്ങുന്നത്. അതായത് കോളേജിൽ നമുക്ക് അഡ്മിഷൻ വേണം. എന്തിന്? MBBSന്, ഡോക്ടർ പഠിക്കാനായിട്ട്. പക്ഷേ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പോയി എൻട്രൻസ് എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നീറ്റിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എക്സാം എഴുതി, ഇപ്പം നമുക്ക് അഡ്മിഷൻ കിട്ടി. എന്തിനാണ്? MBBS പഠിക്കാനായിട്ട്. പക്ഷെ നമ്മൾ ഡോക്ടറായില്ല. ഇനി അഡ്മിഷൻ കിട്ടിയാൽ നമ്മൾ പഠിക്കണം. അതുപോലെ ദീക്ഷ കിട്ടുക എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ദീക്ഷ കിട്ടിയാൽ എനിക്ക് എല്ലാമായി എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ദീക്ഷ കിട്ടിയാൽ വേണം നമ്മൾ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പൊ അവിടെയാണ് പറയുന്നത്. അപ്പൊ ഈ ദീക്ഷ കിട്ടിയ ഭക്തൻ ആ സീരിയസ്നെസ് മനസ്സിൽ കൊണ്ട് നടന്ന് ആ വ്യക്തി ദീക്ഷ എടുത്തത് കൊണ്ട് തീർച്ചയായും ആ വ്യക്തി ഗ്രേറ്റ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്യണം.
അത് മാത്രമല്ല, ഈ ദീക്ഷ എടുത്ത വ്യക്തിക്ക് വിഗ്രഹാരാധനയിൽ താല്പര്യമുള്ള വ്യക്തിയായിരിക്കും. അതായത് ആ വ്യക്തി പക്ഷെ കുറച്ച് ഈ മധ്യമധികാരി എന്ന് പറയുന്ന നടുക്കത്ത് ഇരിക്കുന്ന കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയ ഡിവോട്ടിയും, അല്ലെങ്കിൽ ഉത്തമധികാരി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ക്ലാസ്സിലിരിക്കുന്ന ഡിവോട്ടിയുടെ ക്വാളിറ്റി ആർക്കുണ്ടാവില്ല? ഈ തുടക്കക്കാര ഭക്തനും ഉണ്ടാവില്ല. കാരണം ആ വ്യക്തി വിചാരിക്കുന്നത് ഭഗവാന്റെ പൂജ ചെയ്യുന്നത് വലിയ കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ വരുമ്പോൾ ഒരാൾ വിചാരിക്കും, പൂജ ചെയ്യുന്നത് കാണുമ്പോൾ വിചാരിക്കും ഇദ്ദേഹമാണ് ഭഗവാന്റെ വലിയ ഭക്തൻ. കാരണം എന്തുകൊണ്ടാണ്? ഇദ്ദേഹം ഭഗവാന്റെ അടുത്ത് നിൽക്കുകയാണ്, വിഗ്രഹത്തെ തൊടുകയാണ്, വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുകയാണ്. ഇദ്ദേഹമാണ് ഗ്രേറ്റ് ഡിവോട്ടി. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. അത് ഭാഗ്യമാണ്. പക്ഷെ അദ്ദേഹം ബോധമേ ഇല്ലാതെയാണ് അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം വലിയ ഗ്രേറ്റ് ഡിവോട്ടി അല്ല. പക്ഷെ വേറൊരു ഡിവോട്ടി ഭഗവാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ, ഗീതയിൽ എന്താണോ ഉപദേശിച്ചത് ആ ഉപദേശങ്ങളെ മുഴുവനും നടന്ന് എല്ലാ ഭക്തന്മാരെ കൊണ്ട് ജപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഭക്തനേക്കാളും ഏത് ഭക്തൻ ഗ്രേറ്റ് ആണ്? ആ ഭക്തൻ ഗ്രേറ്റ് ആണ്. അപ്പൊ കനിഷ്ഠ അധികാരി എങ്ങനെയാണ്? ഇനി കനിഷ്ഠ അധികാരി ഇപ്പൊ വന്നതേ ഉള്ളൂ, ദീക്ഷ സ്വീകരിച്ചതേ ഉള്ളൂ. അദ്ദേഹം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കുറെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അദ്ദേഹം ചിലപ്പോൾ ജപം നേരെ ചെയ്യില്ലായിരിക്കും, ആൾക്കാരുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ലായിരിക്കും. ചിലപ്പോൾ അദ്ദേഹം വന്ന ഉടനെ കാവ്യൊക്കെ കൊടുത്ത് കാണും, എന്താ പറയുക, ആൾക്കാരുടെ അടുത്ത് ഭയങ്കര റഫായിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെയൊന്നും പറ്റില്ല, വേണമെങ്കിൽ കഴിക്കുക, ഇല്ലെങ്കിൽ പോകും, പ്രസാദം തരാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊണ്ടി ഓടി. അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻസൾട്ടായിരിക്കും. അയ്യോ, ഞാൻ ഈ ഭക്തന്മാരെ കുറിച്ച് ഇങ്ങനെയാണല്ലോ വിചാരിച്ചത്, പക്ഷെ ഈ ഭക്തൻ ഇങ്ങനെയല്ലല്ലോ നടക്കുന്നു എന്ന് വിചാരിക്കും. പക്ഷെ ആ ഭക്തനൊരു മെച്യൂരിറ്റി കുറവാണ്. പക്ഷെ അദ്ദേഹം ഭയങ്കര സിൻസിയറാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഫുൾ ടൈം ജോയിൻ ചെയ്തത്. ഭൗതികമായ വിഷയങ്ങളെല്ലാം കളഞ്ഞിട്ട് അദ്ദേഹം ആധ്യാത്മികം പ്രാക്ടീസ് ചെയ്യാൻ വന്നിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇതുവരെ ഡോക്ടർ ആയില്ല, ഇപ്പൊ അഡ്മിഷൻ കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ ആ വ്യക്തിയുടെ പോയി വലിയ ഡോക്ടർ, ചീഫ് ഡോക്ടറിന്റെ ക്വാളിറ്റി ആരിലും പ്രതീക്ഷിക്കാൻ പാടില്ല, ഈ ജോയിൻ ചെയ്ത വ്യക്തിയുടെ അടുത്ത് പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷെ അദ്ദേഹം ഡോക്ടറാകാൻ ശ്രമിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഡോക്ടർ ആവാൻ അദ്ദേഹം എലിജിബിലിറ്റി കിട്ടിയതാണ്. ബാക്കിയുള്ള കുട്ടികളെക്കാളും നല്ല പഠിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയത്. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുന്നു? ഈ അഡ്മിഷൻ കിട്ടിയ കുട്ടിയെ ഡോക്ടറിനെ പോലെ കാണും. അങ്ങനെ കാണാൻ പറ്റില്ല, അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ ആധ്യാത്മികത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി, ദീക്ഷ എടുത്ത വ്യക്തി ഇമ്മീഡിയറ്റ് ആയിട്ട് ആരുടെ ക്വാളിറ്റിയിൽ വരില്ല? ഉത്തമ അധികാരിയുടെ ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറയാം. കാരണം അദ്ദേഹം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് എന്താണ്, കുറച്ച് ആധ്യാത്മിക കാര്യമെല്ലാം പ്രാക്ടീസ് ചെയ്യും, ഭഗവാന്റെ വിഗ്രഹത്തിൽ കുറച്ച് താല്പര്യമുണ്ട്, എന്നാൽ ബാക്കിയുള്ള സേവനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഒരു ഡിവോട്ടി ഡെയിലി ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ പോവുകയാണ്, പക്ഷെ ഇദ്ദേഹം വിചാരിക്കുകയാണ്, ഈ ഭക്തൻ, തുടക്കക്കാര ഭക്തൻ വിചാരിക്കും ഞാൻ ഭഗവാന്റെ അടുത്തിരുന്ന് ഭഗവാന് ഡയറക്റ്റായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എവിടെയോ റോഡിൽ നടന്ന് ബുക്ക് വിതരണം ചെയ്യുന്നു, എനിക്കാണ് ചാൻസ് എന്ന് അദ്ദേഹം വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. ആർക്ക്? തുടക്കക്കാര ഭക്തന് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് മധ്യമധികാരി. ഈ തുടക്കക്കാരൻ ചിലപ്പോൾ കുറ്റം കാണും, കുറ്റം പറയും, ഇതൊക്കെ അവരിൽ ഉണ്ടാകും. മധ്യമധികാരി എന്ന് പറയുമ്പോൾ അതിനേക്കാളും ഈ കനിഷ്ഠ അധികാരിയെക്കാളും കുറച്ചുകൂടെ എന്താണ് ക്വാളിറ്റി വൈസ് അദ്ദേഹത്തിന് ഇതിൽ കൂടുതലാണ്. അപ്പോൾ അദ്ദേഹം ഭഗവാന്റെ പ്രേമം, എന്താണ് കൃഷ്ണനെ എങ്ങനെ പ്രേമിക്കുക, കൃഷ്ണന്റെ ലീല എന്താണ്, കൃഷ്ണൻ എങ്ങനെയാണ് ലീല ചെയ്തിരിക്കുന്നത്, ഭാഗവതത്തിൽ ഈ ഭക്തന്മാർ എത്ര ഗ്രേറ്റ് ആണ് എന്നുള്ള കാര്യം കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയിരിക്കും. മറ്റേ തുടക്കക്കാര ഭക്തൻ ജപത്തിൽ വന്നതേ ഉള്ളൂ, കൂടുതൽ ശാസ്ത്രം അറിയില്ല അദ്ദേഹത്തിന്. പക്ഷെ ഈ വ്യക്തി കുറെ കാലമായതുകൊണ്ട്, നാമം ഒരുപാട് കാലം ജപിച്ചത് കൊണ്ടും ഈ ഭാഗവതം, ഭഗവത്ഗീത എന്നുള്ള ബുക്കുകളെല്ലാം വായിക്കുകയും അദ്ദേഹം റെഗുലർലി ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിൽ കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. അദ്ദേഹം എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം അദ്ദേഹം കാണും, എല്ലാവരുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കും. പക്ഷെ തുടക്കക്കാരൻ എല്ലാവരുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് വെച്ചാൽ അയാളും വീണുപോകും. അങ്ങനെ വെക്കാൻ പാടില്ല. കാരണം ആ വ്യക്തിക്ക് അറിയില്ല, ഞാൻ ഫ്രണ്ട്ഷിപ്പ് വെച്ചു, എല്ലാവരെയും ഫ്രണ്ടായിട്ട് കാണണമെന്ന് പറഞ്ഞു വെച്ചാൽ ആ ഫ്രണ്ട് നമ്മളെ കൂട്ടുകെട്ട് വെച്ച ആൾക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ തുടക്കക്കാര ഭക്തൻ വീണു പോകും, അവസാനം കൃഷ്ണാവബോധമേ ഇല്ലാതെ മതിയാക്കി വീട്ടിൽ പോകും. അങ്ങനെയും അവസരം ഉണ്ടാവും. ചിലപ്പോൾ കാവ്യൊക്കെ എടുത്ത് ആശ്രമത്തിൽ വന്ന് നിൽക്കും, കുറച്ച് നാൾ കഴിഞ്ഞാൽ അവർ വേറെമാതിരി ഡീവിയേറ്റ് ആയി പോകും. ഡീവിയേറ്റ് ആയിട്ട് പോയിട്ട് ചിലപ്പം ഇതെല്ലാം കാവ്യെല്ലാം ഉപേക്ഷിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ വെള്ള വസ്ത്രമെല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ തിരിച്ചു പോയി വീട്ടിൽ പോയി പഴയതുപോലെ ജോലിയൊക്കെ ചെയ്ത്
ഒരുപാട് ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂട്ടുകെട്ട് അവർക്ക് ആരെടുത്ത് വെക്കണം, എങ്ങനെ വെക്കണം എന്നുള്ള നോളജ് ഇല്ല. പക്ഷെ മദ്യം അധികാരി കുറച്ചുകൂടെ ഹയർ ഡിവോട്ടിയാണ്. ആ വ്യക്തി നാമം കുറേ കാലം ജപിച്ചു, ശാസ്ത്രങ്ങൾ പഠിച്ചു, മെച്യൂരിറ്റി ഉള്ളത് കൊണ്ട് ആൾക്കാരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, ഒരു പുതിയതായിട്ട് വന്ന ഒരു വ്യക്തിയുടെ അടുത്ത് എങ്ങനെ അവരെ മനസ്സിലാക്കി അവർക്ക് എങ്ങനെ കൃഷ്ണാബോധം കൊടുക്കുക, അവർക്ക് എങ്ങനെ അവരുടെ അടുത്ത് നാമം ജപിക്കാൻ പറയുക, എങ്ങനെ അവരെ റെസ്പെക്റ്റ് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം ആർക്കറിയാം? ഈ സെക്കൻഡ് കാറ്റഗറിയിൽ. അതുപോലെ അവർ ഫ്രണ്ട്ഷിപ്പ് വയ്ക്കും എല്ലാവരുടെ അടുത്തും. എന്തുകൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരുണ്യം കൊണ്ടാണ്. വൈഷ്ണവ എന്ന് പറഞ്ഞാൽ പരദുഃഖ ദുഃഖി, മറ്റുള്ളവന്റെ ദുഃഖം കണ്ട് ദുഃഖിക്കുന്ന വ്യക്തിയാണ് വൈഷ്ണവൻ. ഈ ക്വാളിറ്റി ആരിലുണ്ടാവും? മദ്യമതിയാരിലുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം ഈ വ്യക്തിയുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് വെച്ചിരുന്നാലും ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് വെച്ചാൽ എനിക്ക് അഫക്റ്റ് ചെയ്യും, അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. എന്നാൽ അദ്ദേഹം കൃഷ്ണാബോധം അങ്ങോട്ട് കൊടുക്കും. ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് മറ്റേ വ്യക്തിയിലെടുത്ത് കൃഷ്ണാബോധം കൊടുത്തുകൊണ്ടിരിക്കും. കാരണം കൃഷ്ണാബോധം കൊടുക്കാമെന്ന് പറയുമ്പോൾ അദ്ദേഹം നോൺസെൻസ് ഒക്കെ സംസാരിച്ചുകൊണ്ട് ഫ്രീ വിഷയങ്ങൾ സംസാരിക്കും, അത് സംസാരിക്കും, ഇത് സംസാരിക്കും. അവസാനം നമ്മുടെ ബോധമെല്ലാം പോകും. പോയിട്ട് ഈ പള്ളിയിൽ കുമ്പസരിക്കും പോലെ. കുമ്പസരിക്കാൻ എന്തിനാണ് പോയത്? അവിടെ എൻ്റെ മനസ്സിൽ കിടക്കുന്നതെല്ലാം കൊണ്ട് അവിടെ കൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾ സന്യാസിയെ പോലെ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എല്ലാ വേണ്ടാത്തനവും കേട്ട് 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 അയാളുടെ മനസ്സ് ചീത്തയായി. അവസാനം അയാൾ തെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ തെറ്റ് ചെയ്യാതെ ഇരിക്കണമെങ്കിൽ ആ വ്യക്തി അത്രയും പ്യൂരിഫൈഡ് ആയിട്ടിരിക്കണം. ഇത് കേട്ടാൽ കേട്ടത് ഇങ്ങനെ കേട്ട് കളയാൻ പഠിക്കണം അദ്ദേഹം. ഇതെല്ലാം നോൺസെൻസ്. ഈവൻ ചില വിഷയം കേൾക്കാനും പാടില്ല. അദ്ദേഹം അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, എനിക്ക് മനസ്സിലായി, നിങ്ങൾ എന്താ പറയാൻ വരുന്നത് എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അഡ്വൈസ് കൊടുക്കണമായിരിക്കും. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ആര് വീണു പോകും? ഈ വ്യക്തികളുണ്ട്. അപ്പോൾ ഈ മദ്യം അധികാരി കുറച്ചുകൂടെ മെച്യൂരിറ്റി ഉള്ള വ്യക്തികളാണ്. ഭഗവാന്റെ അടുത്ത് ഒരു പ്രേമമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ബുദ്ധിയില്ലാത്ത, അതായത് തമോ ഗുണത്തിലെ അല്ലെങ്കിൽ ജ്ഞാനമില്ലാതെ കൃഷ്ണാബോധമില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് കാരുണ്യം കാണിക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കും ആര്? ഈ വ്യക്തികൾ എന്ന് പറയുന്നത്. അടുത്തത് വായിക്കാം നമുക്ക്. ബാലൻസ്. ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചോട്ടെ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ ജാതി, വർണ്ണം മുതലായവയ്ക്കൊന്നും യാതൊരു പരിഗണനയുമില്ലാതെ എല്ലാവർക്കും ഈശ്വര ഭജനത്തിനുള്ള അവസരം നൽകി വരുന്നു. എല്ലാവരെയും ഈ പ്രസ്ഥാനത്തിൽ ചേരുവാനും ഞങ്ങളോടൊന്നിച്ചിരിക്കുവാനും പ്രസാദം സ്വീകരിക്കുവാനും കൃഷ്ണനെ കുറിച്ച് കേൾക്കുവാനും ഞങ്ങൾ ക്ഷണിക്കുന്നു. ആർക്കെങ്കിലും കൃഷ്ണാവബോധത്തിൽ താല്പര്യമുള്ളതായും ഉപദേശം നൽകുന്നതിൽ ഇഷ്ടമുള്ളതായും കണ്ടാൽ ഞങ്ങൾ അയാളെ ശിഷ്യനായി സ്വീകരിച്ച് ഭഗവൻ നാമോച്ചാരണത്തിൽ പങ്കെടുപ്പിക്കുന്നു. ഒരു നവാഗതൻ ശരിക്കും ഉപദേശം സ്വീകരിച്ച് ആചാര്യന്റെ ആജ്ഞയനുസരിച്ച് ഭക്തി സേവനത്തിൽ വ്യാപൃതനാവുകയാണെങ്കിൽ അയാളെ ഉടൻ തന്നെ ഒരു വൈഷ്ണവനായി അംഗീകരിക്കുകയും പ്രണതിപൂർവം ബഹുമാനിക്കുകയും വേണം. അങ്ങനെയുള്ള അനേകം ഭക്തന്മാർക്കിടയിൽ ഏതെങ്കിലും ഒരാൾ കൂടുതൽ ഗൗരവത്തോടുകൂടി യമനിയമങ്ങൾ സനിഷ്കർഷം പാലിച്ചുകൊണ്ടും ജപമാലയിൽ നിശ്ചിതാവൃത്തി ഭഗവൻ നാമം ജപിച്ചുകൊണ്ടും കൃഷ്ണാവബോധ പ്രസ്ഥാനം എങ്ങനെ വളർത്തണം എന്നതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ചുകൊണ്ടും ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടവനായിരിക്കാം. അങ്ങനെയുള്ള വൈഷ്ണവനെ ഉത്തമാധികാരിയായി സ്വീകരിക്കണം. അവൻ സമുന്നതനായ ഭക്തനാണ്. അവനുമായുള്ള സഹവാസം എപ്പോഴും അഭിലഷിക്കത്തക്കതുമാണ്. ഒരു ഭക്തൻ കൃഷ്ണനിൽ പ്രേമഭക്തി വളർത്തുന്നത് എങ്ങനെ എന്ന സംഗതി ചൈതന്യ ചരിതാമൃതത്തിൽ അന്ത്യലീല 4.192 വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ദീക്ഷാകാലേ ഭക്തകരേ ആത്മസമർപ്പണ സേകാലേ കൃഷ്ണതാരേ കരേ ആത്മസമ. ദീക്ഷാകാലത്തിൽ ഭക്തൻ പൂർണ്ണമായി കൃഷ്ണനിൽ ആത്മസമർപ്പണം ചെയ്യുന്ന പക്ഷം കൃഷ്ണൻ അവനെ തനിക്കൊപ്പം പരിഗണിക്കുന്നതാണ്. ശ്രീലജീവ ഗോസ്വാമി ഭക്തി സന്ദർഭം എന്ന ഗ്രന്ഥത്തിൽ 868 ദീക്ഷയെ പറ്റി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ദിവ്യം ജ്ഞാനം യദോ ദദ്യാത് കുര്യാത് പാപസ്യ സംശയം തസ്മാദീക്ഷേതി സാ പ്രോക്ത ദേശികൈസ്തത്വ കോവിദൈഹി.
ദീക്ഷ കൊണ്ട് വിഷയസുഖങ്ങളിൽ ഒരാൾക്ക് ക്രമത്തിൽ വൈരാഗ്യം ജനിക്കും. ആത്മീയ ജീവിതത്തിൽ താല്പര്യമുണ്ടാവുകയും ചെയ്യും. ഇതിന് എത്രയോ പ്രായോഗിക ദൃഷ്ടാന്തങ്ങളുണ്ട്, വിശേഷിച്ചും യൂറോപ്പിലും അമേരിക്കയിലും. സമ്പന്നവും മാന്യവുമായ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കൃഷ്ണാവബോധ വിദ്യാർത്ഥികൾ അചിരേണ ഭൗതിക സുഖങ്ങളിലുള്ള താല്പര്യം വെടിയുന്നതായും ആത്മീയ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് ആഗ്രഹമുള്ളവരായും കണ്ടുവരുന്നു. വളരെ സമ്പന്നമായ കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ട് പോലും അത്ര സുഖകരമല്ലാത്ത ജീവിത വ്യവസ്ഥകൾ അവരിൽ പലരും സ്വീകരിക്കുകയും ചെയ്യുന്നു. ആശ്രമത്തിൽ താമസിക്കുവാനും വൈഷ്ണവന്മാരുമായി ഇടപഴകുവാനും സാധിക്കുന്നിടത്തോളം കാലം ഏതു തരത്തിലുള്ള ജീവിതം വേണമെങ്കിലും കൃഷ്ണന് വേണ്ടി സ്വീകരിക്കുവാൻ അവർ തയ്യാറാണ്. അങ്ങനെ വിഷയസുഖങ്ങളിൽ ഉണ്ടാകുന്ന ഒരാൾ ആചാര്യനിൽ നിന്ന് ദീക്ഷ ലഭിക്കുവാൻ പ്രാപ്തനാണ്. തപസ ബ്രഹ്മചര്യേണ ശമേന ച ദമേന ച എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരാൾ ആചാര്യനിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുവാൻ തയ്യാറായാൽ അയാൾ തപസ്, ബ്രഹ്മചര്യം, ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം എന്നിവ പരിശീലിക്കുവാൻ തയ്യാറായിരിക്കണം. അങ്ങനെ തയ്യാറായി ദിവ്യമായ ജ്ഞാനം നേടുന്നതിന് നിശ്ചയിച്ചാൽ അവൻ ദീക്ഷയ്ക്ക് അർഹനായി. ദിവ്യം ജ്ഞാനം എന്നതിന് സാങ്കേതികമായ അർത്ഥം തദ്വിജ്ഞാനം, അതായത് പരമപുരുഷനെ കുറിച്ചുള്ള അറിവ് എന്നാണ്. തദ്വിജ്ഞാനാർത്ഥം സഗുരുമേവാഭിഗച്ഛേത്, പരമ സത്യത്തെ കുറിച്ചുള്ള ദിവ്യമായ അറിവിൽ താല്പര്യമുദിച്ചവന് ദീക്ഷ കൊടുക്കേണ്ടതാണ്. അങ്ങനെയുള്ള മനുഷ്യൻ ദീക്ഷ നേടുവാൻ ആചാര്യനെ സമീപിക്കണം. ശ്രീമദ് ഭാഗവതത്തിലും പറഞ്ഞിരിക്കുന്നു. 11-ാമത്തെ സ്കന്ധം 3-ാമത്തെ അധ്യായം 21-ാമത്തെ ശ്ലോകം. തസ്മാത് ഗുരും പ്രപദ്യേത ജിജ്ഞാസു ശ്രേയ ഉത്തമം എന്ന്. ശരിയായ ജ്ഞാനത്തിൽ ആഗ്രഹമുള്ളവൻ ആചാര്യനെ പ്രാപിക്കണം എന്നർത്ഥം. ഹരേ കൃഷ്ണ പ്രഭുജി, ഇനിയും വായിക്കണോ? ഓക്കെ, പറഞ്ഞിട്ട് വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഒരു ദീക്ഷ എന്ന് പറഞ്ഞാൽ ദിവ്യജ്ഞാനം, ആരാണോ ദിവ്യജ്ഞാനം സ്വീകരിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ അവർക്ക് എന്താണ് ദീക്ഷ നൽകുക. കാരണം അവർക്ക് ഓൾറെഡി ഡിസയർ ഉണ്ട്, എന്താണ് ദിവ്യജ്ഞാനം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുപോലെ ഇവിടെ പ്രാകൃത സഹജ്യ എന്ന് പറയുന്നത്, ചില ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ സഹജ്യാസ് എല്ലാ വിഷയത്തിനെയും ഒരു സഹജമാക്കി എടുക്കും. അത് ഒരു സിമ്പിളായിട്ട്, അത് ഒരു ഡിവോഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചില കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ശാസ്ത്രത്തിൽ എന്താണോ പറയുന്നത് അത് അതേപടി ഫോളോ ചെയ്യണം. ശാസ്ത്രത്തിലുള്ളതിനെ നമ്മുടെ ഇഷ്ടത്തിന് അതിനെ വളച്ചൊടിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ അത് തെറ്റാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ചിലര് കൃഷ്ണകഥ കേട്ടിട്ട് കരയും. ഓക്കെ, അവർക്ക് ആ കരച്ചില് വരുന്നെന്ന് പറഞ്ഞാൽ അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരും, തനിയെ പെട്ടെന്ന് ഉണ്ടാവും. ആ കഥ കേട്ടിട്ട് ഒരു സാത്വിക നേച്ചറിൽ വന്നിട്ട് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് കഥകൾ കേട്ടിട്ട് അങ്ങനെ ഒരു അവസ്ഥ വരാം. പക്ഷെ ചിലര് ആർട്ടിഫിഷ്യലി അതിനിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ പിതുക്കിയിട്ടൊക്കെ കരഞ്ഞത് പോലെ, അല്ലെങ്കിൽ അവരങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ഉണ്ടാക്കി ഒരു കരച്ചിൽ കരയും. പക്ഷെ അത് വന്നിട്ട് എന്താണ്, അത് അത്ര റിയൽ ആയിട്ട് വരുന്നതല്ല. മനസ്സിലായില്ലേ? ഇനി വൃന്ദാവനത്തിൽ പോയാൽ ചില ആൾക്കാർ കൃഷ്ണനെ പോലെ വേഷമിട്ടിട്ട് അവർ ഞാൻ കൃഷ്ണനാണെന്ന് പറഞ്ഞ് ഡാൻസ് ചെയ്യും. കുറേ മാതാജിമാർ അവരെ ചുറ്റി ഡാൻസ് ചെയ്യും. അപ്പൊ ഞാൻ കൃഷ്ണനാണ്, ഇവര് ഗോപികളാണ് എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ഒരു മനസ്സിലൊരു ഭാവമൊക്കെ എടുത്തുകൊണ്ട് അവരിങ്ങനെ ഡാൻസ് ചെയ്യും. പക്ഷെ അതൊന്നും എവിടെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ശാസ്ത്രത്തിൽ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പൊ ഇതൊക്കെ എന്താ ബോഗസാണ്. ഇങ്ങനെ അവരുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ സഹജിയാസ് അല്ലെങ്കിൽ ചിലര് വിഗ്രഹങ്ങളെ കയ്യിൽ കൊണ്ട് നടക്കും. വിഗ്രഹങ്ങളെ കയ്യിൽ കൊണ്ട് നടക്കുന്നത് നടക്കാൻ പാടില്ല എന്നല്ല, നടക്കാം. പക്ഷെ അത്രയും കോൺഷ്യസ് ആയിട്ട്, അത്രയും പ്യുവറായിട്ട് അതിനെ കെയർ ചെയ്തുകൊണ്ട് വേണം നടക്കാൻ. എല്ലാവരും കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിപ്പോൾ ഫാഷനായിട്ട് നടക്കുകയാണ്. പോകുന്ന വഴിക്ക് മാതാജിമാരൊക്കെ നോക്കി വലിയ വലിയ കൃഷ്ണനായിട്ട് ഗുരുവായൂരിലൊക്കെ നോക്കിയാൽ ഇങ്ങനെ കയ്യിൽ കൊണ്ടിട്ട് വലുതായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ തെറ്റെന്നല്ല, പക്ഷെ ആ ബോധമുണ്ടോ? ചിലപ്പോൾ അവരിങ്ങനെ ടോയ്ലറ്റിലൊക്കെ എടുത്തുകൊണ്ട് പോകും. ടോയ്ലറ്റ് ഫ്രണ്ടിട്ട് കൊണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് അവർ ടോയ്ലറ്റിൽ പോയിട്ട്, കാരണം ഇതിനൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റില്ല, അപ്പോൾ അവിടെ കൊണ്ട് വെച്ചിട്ട് ഒരു ഡേർട്ടി പ്ലേസിൽ കൊണ്ട് ഭഗവാനെ വെച്ചിട്ട് അവർ പോയിട്ട് തിരിച്ചു വന്നിട്ട്
അത് എടുക്കും. അപ്പോ അങ്ങനെയാണെങ്കിൽ ആ വിഗ്രഹത്തിന് ആ കേക്കാൻ വയ്യ പ്രഭു. കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭുജി, കേൾക്കുന്നില്ല കേട്ടോ. ഹരേ കൃഷ്ണ. കേൾക്കണില്ല. പ്രഭുജിയുടെ നെറ്റ് കട്ടായതാവും, ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഹരേ കൃഷ്ണ. വ്യക്തികളാണ്. ഭാഗവതത്തിന് പൈസ മേടിച്ചിട്ടേ അവർ സംസാരിക്കത്തുള്ളൂ. പൈസ കൃത്യമായിട്ട് കൊടുക്കണം. ആ പൈസ കൊടുത്തില്ലെങ്കിൽ അവർ സംസാരിക്കില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ ഒന്നും ഭാഗവതം കേൾക്കാൻ പാടില്ല. തരുന്ന ദക്ഷിണ അത് സന്തോഷമായിട്ട് വാങ്ങിക്കാം. അല്ലാതെ കണക്ക് പറഞ്ഞ് മേടിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ആ ഭാഗവതത്തിൽ അയാളുടെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗവത പ്രചരണമല്ല, അല്ലെങ്കിൽ ഭഗവത് ലീല എല്ലാവർക്കും കേൾപ്പിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ പൈസയാണ്, അല്ലെങ്കിൽ ജനങ്ങളാണ്, അല്ലെങ്കിൽ പെണ്ണ് വിഷയമാണ്. ഇങ്ങനെയാണെങ്കിൽ ആ വ്യക്തി നമുക്ക് കെയർഫുൾ ആയിരിക്കണം. അവരുമായിട്ട് ഒരു തരത്തിലും നമ്മൾ എന്ത് വെക്കാൻ പാടില്ല, അവരുമായിട്ടുള്ള ബന്ധം നമ്മുടെ ആധ്യാത്മികത്തിനെ തടസ്സപ്പെടുത്തും. അപ്പോൾ ഒരു തുടക്കക്കാര ഭക്തൻ ഗുരുയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അദ്ദേഹം ഗുരുയുടെ ഗൈഡൻസിൽ വേണം ഇരിക്കാനായിട്ട്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നയാളുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല, ഇന്നയാളായിട്ട് കൂട്ടുകൂടണം. ഭക്തിയില് ആധ്യാത്മികത്തിൽ പരമ്പരയിൽ വരുന്ന ശാസ്ത്രം മാത്രം കേൾക്കണം. പരമ്പരയിൽ വരുന്ന അവരുടെ ലെക്ചേഴ്സ് കേൾക്കണം. അപ്പൊ നമുക്ക് തോന്നും, എന്താണ് അവരും കൃഷ്ണനെ കുറിച്ചല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് ഈ പരമ്പരയിൽ വരുന്നത് മാത്രം? അവരും ശ്രീമദ് ഭാഗവതത്തിന്റെ കഥയാണ് പറയുന്നത്, ഇവരും ഭാഗവതത്തിന്റെ കഥയാണ് പറയുന്നത്, പിന്നെ എന്തിനാ ഇവര് പരമ്പരയിൽ വരുന്നതെന്ന് പറയുന്നു? അപ്പോ പലപ്പോഴും മനസ്സിൽ സംശയം ഉണ്ടാവും. അപ്പൊ എനിക്കും ഉണ്ടായ സംശയം തന്നെയാണ്, അതെന്തിനാ അവരങ്ങനെ പറയുന്നു? അപ്പൊ വേറെ ആരുടെടുത്തും പോകാൻ പാടില്ല, ഇവരിൽ തന്നെ ഇരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അങ്ങനെ. അപ്പൊ ശാസ്ത്രം പറയുന്നുണ്ട്, അവൈഷ്ണവോ മുഖോഗീർണം ഭൂതം ഹരികഥാമൃതം ശ്രവണ നൈവ കർത്തവ്യം സർപ്പോച്ഛിഷ്ട പയോകുംഭം എന്ന് പറയുന്നത്. അപ്പോ ശ്രവണ നൈവ കർത്തവ്യം, ഈ കേൾക്കരുത്. ശ്രവണ നൈവ, അത് കേൾക്കാൻ പാടില്ല. ന ഏവ എന്നാണ് പറയുന്നത്, അത് കേൾക്കാൻ പാടില്ല. എന്താണ്? അവൈഷ്ണവോ മുഖോഗീർണം, അവൈഷ്ണവൻ, വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭക്തൻ, വൈഷ്ണവൻ അല്ലാത്ത ആളുടെ മുഖത്തിൽ നിന്ന് വായിൽ നിന്ന് വരുന്ന കീർത്തനം, ഭഗവാനെ കുറിച്ചുള്ള ലീല കേൾക്കാൻ പാടില്ല എന്ന് പറയാം. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, സർപ്പോച്ഛിഷ്ട പയോകുംഭം, സർപ്പത്തിന്റെ പാമ്പ് നക്കിയിട്ട് വെച്ചിരിക്കുന്ന പാല്, ആ പാല് നല്ലതാണ്, ആരോഗ്യമുള്ളതാണ്, നമുക്ക് കുടിച്ചാൽ നമുക്ക് എനർജി കിട്ടും. പക്ഷെ ഇപ്പൊ അത് പാല് ആരാ നക്കിയിട്ട് വെച്ചിരിക്കുന്നത്? പാമ്പ് നക്കിയിട്ട് വെച്ചിരിക്കുന്നത്. ഇത് പത്മപുരാണത്തിൽ പറയുന്ന ആ പാല് കുടിച്ചാൽ നമ്മൾ ചത്തുപോകും. അതേപോലെ അവൈഷ്ണവൻ ശ്രീമദ് ഭാഗവത അമൃതമാണ്. ഈ അമൃതം നമ്മൾ കഴിച്ചാൽ, ശ്രവിച്ചാൽ നമ്മൾ പരിശുദ്ധമാകും, കൃഷ്ണപ്രേമം കിട്ടും. പക്ഷെ ഇപ്പൊ ഈ അമൃതം ആരാ ടച്ച് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൈഷ്ണവനല്ലാതെ, വിഷ്ണുവിടെ ഭക്തനല്ലാത്ത ഒരാൾ അതിനെ ടച്ച് ചെയ്തു. പാമ്പ് ടച്ച് ചെയ്യുന്നത് പോലെയാണ്. പൈസയ്ക്ക് വേണ്ടി, കീർത്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ വേറെന്തോ താല്പര്യത്തിന്, പേഴ്സണൽ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അയാൾ അത് ടച്ച് ചെയ്തത്. അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല? കൃഷ്ണപ്രേമം കിട്ടാൻ പോകില്ല, കൃഷ്ണഭക്തി കിട്ടാൻ പോകില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, അത് കേൾക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗുരുയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ആരാണോ ഫോളോ ചെയ്യുന്നത്, തീർച്ചയായും ഉറപ്പാണ് അവരുടെ ഗ്രോത്ത് ഉണ്ടാകും, അവരുടെ ആധ്യാത്മികത്തില് അവർ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു മധ്യമധികാരിയുടെ സ്റ്റേജിലാണ് വരുമെങ്കിൽ, അപ്പൊ നമുക്ക് കേൾക്കാം, ആര് പറയുന്നതും കേൾക്കാം. കാരണം എന്തുകൊണ്ട്? ഈ പറയുന്ന കാര്യം കറക്റ്റായിട്ട് പരമ്പരയിൽ വരുന്ന കാര്യമാണോ പറയുന്നത്, കയ്യിൽ നിന്നാണോ പറയുന്നത്, ഇത് നമ്മുടെ ആധ്യാത്മികത്തിനെ സഹായിക്കുമോ സഹായിക്കില്ല എന്നുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റേത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ തുടക്കക്കാരനായതുകൊണ്ട് ഇപ്പൊ നമ്മൾ മാത്സ് പഠിക്കണമെന്ന് ഇരിക്കട്ടെ, മാത്സ് പഠിക്കാൻ ഭയങ്കര താല്പര്യമാണ്, അതുകൊണ്ട് ഞാൻ 3 ടീച്ചറിൻ്റെ പോയി മാത്സ് പഠിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ള മാത്സും കൂടെ ചീത്തയാക്കും.
ഇപ്പൊ എന്തോ കുറച്ച് മാത്സിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ടേസ്റ്റും കൂടെ നമുക്ക് നഷ്ടപ്പെടും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ അല്ല പഠിച്ചത്, 3 പേരും ഒരേ കാര്യം തന്നെ 3 ടൈപ്പിൽ പറഞ്ഞു തരും. പക്ഷെ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടുമെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാവും. സോ തുടക്കക്കാരെന്ത് ചെയ്യാൻ പാടില്ല, ആ കൺഫ്യൂഷനിൽ പോകാൻ പാടില്ല. കൃത്യമായിട്ട് ആ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ആരാണോ പഠിപ്പിക്കുന്നത് ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ശാസ്ത്രം ഫസ്റ്റ് നന്നായിട്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ടക്ക് ടക്ക് ടക്ക്. അവിടെ ഒരു സംശയം ഉണ്ടായി, ഈ സീനിയർ ആയിട്ടുള്ള ഈ ഭക്തനെ വിളിച്ച്, പ്രഭു ഇതിങ്ങനെയാണ് പറയുന്നത്, ഇതിങ്ങനെയാണ് പറയുന്നത്, അത് തെറ്റല്ലേ, അത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആ ഭക്തൻ പറഞ്ഞു തരും, ശരിയാണ്, അത് തെറ്റാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി സംശയം ഉണ്ടായി, ആ സംശയം ആരുടെ അടുത്ത് ചോദിച്ചു, ഗുരുവിന്റെ അടുത്ത് ചോദിച്ചു, കൺഫ്യൂഷൻ തീർത്തു. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹജിയാസുമായിട്ട് നമ്മൾ ഒരു തരത്തിലും അസോസിയേഷൻ എടുക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ഗൈഡൻസ് അനുസരിച്ച് പോകണം, റെസ്പെക്ട് ചെയ്യണം നമ്മൾ ആരെ, ആധ്യാത്മിക ഗുരുവിനെ. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശം തിത്തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് സേവനമനുഷ്ഠിച്ച് എളിമത്വത്തോടുകൂടി ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ആധ്യാത്മിക കാര്യം നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറയണം. എന്നാൽ ഒരു തുടക്കക്കാര ഭക്തനാണ്, പക്ഷെ അതുകൊണ്ട് എല്ലാ തുടക്കക്കാര ഭക്തനും ഇങ്ങനെയാണെന്നും വിചാരിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഉടനെ നമ്മളിപ്പോൾ വേറൊരു കാൽക്കുലേഷൻ ഇട്ടു, ഓക്കെ തുടക്കക്കാരെല്ലാം ഇങ്ങനെയാണ്, ഇവരിപ്പോൾ വന്നതേ ഉള്ളൂ, ഇപ്പൊ ദീക്ഷ എടുത്തേ ഉള്ളൂ, അതുകൊണ്ട് ഇവരെ കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കരുത്. കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കക്കാരനാണ്, പക്ഷെ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുക, ഡെയിലി കൃത്യമായിട്ട് നാമം ജപിക്കും, ശ്രീമദ് ഭാഗവതം വായിക്കും, ഡെയിലി ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നുണ്ട്, അദ്ദേഹം ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇത് എങ്ങനെ ഈ കൃഷ്ണാവബോധം സ്പ്രെഡ് ചെയ്യാം? ആ തുടക്കക്കാരന്റെ മനസ്സിൽ എങ്ങനെയായിരിക്കും ഈ കൃഷ്ണാവബോധം എങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും? എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. 2 പേരുണ്ടെങ്കിൽ ആദ്യത്തെ കാറ്റഗറിക്കാരന് ഇത്രയും താല്പര്യമില്ല, പക്ഷെ ഈ കാറ്റഗറി ഫുള്ളി സറണ്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഉത്തമാധികാരിയെ പോലെയാണ്. ഇദ്ദേഹം ആരല്ല, ഇദ്ദേഹം കനിഷ്ഠാധികാരി പോലുമല്ല, അതിനേക്കാളും ഉയർന്ന നിലവാരത്തിലാണ്. കാരണം എന്തുകൊണ്ടാണ്, 24 hours എങ്ങനെ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാം, ഇങ്ങനെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇവരെ ആരായിട്ട് കമ്പയർ ചെയ്യരുത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പയർ ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കണം, ഒരു വ്യക്തി എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നു, അദ്ദേഹം എത്ര മെച്യൂറായിട്ട് സംസാരിക്കുന്നു, എങ്ങനെ കാര്യങ്ങളെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നു, അത് ശാസ്ത്രത്തിൽ നിന്ന് എടുത്ത് പഠിപ്പിച്ച് തരുന്നുണ്ടോ ഇദ്ദേഹം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിനു മുമ്പ് ജഡ്ജ് ചെയ്യരുത് ആരെയും. ഓക്കെ, അങ്ങനെ അഥവാ നമുക്കൊരു സംശയം ഉണ്ടായാൽ പോലും ഈ വ്യക്തി ശരിയല്ല എന്ന് തോന്നിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ തന്നെ ഡിസിഷൻ എടുക്കരുത്. അവിടെയാണ് ഗുരു നമുക്കിരിക്കുന്നത്. ചിലപ്പോൾ ദീക്ഷാ ഗുരുവാകാം, ചിലപ്പോൾ ശിക്ഷാ ഗുരുവാകാം. ദീക്ഷാ ഗുരു എന്ന് പറഞ്ഞാൽ നമുക്ക് ദീക്ഷ തരുന്ന ആധ്യാത്മിക ഗുരു. നമ്മൾ ഡെയിലി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശിക്ഷാ ഗുരു ഉണ്ടാവും. ആ ഗുരുക്കളുടെ അടുത്ത് ചോദിക്കണം, പ്രഭു ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടല്ലോ, ഇങ്ങനെ ഒരു സംശയം അദ്ദേഹമായിട്ട്, അത് അദ്ദേഹം പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ക്ലിയർ ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ആ മനസ്സിലുള്ള കാര്യം ഒന്ന് മാറും. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഫുള്ളി സറണ്ടർ ചെയ്ത ഒരു വ്യക്തിയെ, ശരിക്കും ഭഗവാൻ പറയുന്നു അങ്ങനെ സറണ്ടർ ചെയ്ത വ്യക്തി എന്നെ പോലെയാണ് എന്ന് ഇവിടെ നമ്മൾ വായിച്ചു. ആ വ്യക്തി എങ്ങനെയാണ്, കൃഷ്ണനെ പോലെയാണെന്നാണ് പറയുന്നത്. ഫുള്ളി സറണ്ടർ ചെയ്ത് ഒരു തുടക്കക്കാര ഭക്തൻ ആരെ പോലെയാണ്, കൃഷ്ണനെ പോലെയാണ്. ഇനി ഈ കാര്യം പ്രഭുപാദ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രഭുപാദ് പ്രൂവ് ചെയ്ത കാര്യമാണ്. പ്രഭുപാദ് ഒരു ജാതി മതം ഇങ്ങനെ ഒന്നും വെച്ചിട്ടില്ല. എല്ലാം അമേരിക്കൻസ് ഉണ്ട്, ജാപ്പനീസ് ഉണ്ട്, ജർമ്മൻസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്. ഇന്ത്യൻസിന് തന്നെ പല കാറ്റഗറീസ് ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും ഈക്വൽ ആണ് ഇസ്കോണിൽ. ഇവര് ശൂദ്രനാണ്, ഇവര് ബ്രാഹ്മിൻ ക്ലാസ്സിൽ നിന്ന് വന്നതാണ്, അങ്ങനെയൊന്നുമില്ല. ഇസ്കോണിൽ വന്നാൽ തുടക്കക്കാരൻ, കനിഷ്ഠാധികാരി, മധ്യമധികാരി, നീ ഏത് വലിയ ബ്രാഹ്മണ കുടുംബത്തിലോ നമ്പൂതിരിയുണ്ടോ ഏത് കുടുംബത്തിലിരുന്ന് വേണമെങ്കിലും പോകാം. പക്ഷെ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഇപ്പൊ ദീക്ഷ എടുത്തു, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ തുടക്കക്കാരൻ തന്നെയാണ്. പക്ഷെ ഉത്തമാധികാരിയാണെങ്കിൽ ഇത്രയും വർഷമായി ഇത്രയും പ്രാക്ടീസ് ചെയ്യുന്നു, ഇത്രയും പ്രചരണം ചെയ്യുന്നു, അത് ഉത്തമാധികാരി തന്നെയാണ്. അവിടെ കുടുംബത്തിൽ നിന്ന് വന്നു, ഇങ്ങനെ കാണാൻ കൊള്ളാം, ഭയങ്കര ഗ്ലാമറാണ്, ഇതൊന്നുമില്ല, കാണാൻ കൊള്ളില്ല, അദ്ദേഹം കാണാനേ കൊള്ളില്ലായിരിക്കും ചിലപ്പോൾ ഒരു ഉത്തമാധികാരി. പക്ഷെ അദ്ദേഹത്തിന് കാണാൻ ഒരു വേറൊരു രൂപത്തിലായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ അദ്ദേഹം ഉത്തമാധികാരിയാണ്. അപ്പൊ അങ്ങനെയല്ല നമ്മൾ നോക്കുന്നത്, അത് ഇസ്കോൺ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പ്രഭുപാദ്. ഇനി പ്രഭുപാദ് പറയുന്നുണ്ട്, ഇവിടെ വന്ന ആൾക്കാരെല്ലാം വലിയ കുടുംബത്തിൽ ജനിച്ച വ്യക്തികൾ, പുണ്യം കൊണ്ട് ഒരു വലിയ കുടുംബത്തിൽ ജനിച്ചിരിക്കുകയാണ്. എന്നിട്ട്
ആധ്യാത്മിക താല്പര്യം കാരണം എല്ലാം നിസ്സാരം അവർ ഉപേക്ഷിച്ചു. അതാണ് പ്രഭുപ്പാദിന്റെ ശിഷ്യന്മാർ എല്ലാം വലിയ വലിയ കമ്പനീസിലെ ഫോർഡ് കമ്പനിയുടെ മോന് വന്നു, ആൽഫ്രഡ് ഫോർഡ്. അംബരീഷർ ദാസ് എന്ന് പറയുന്ന ഇസ്കോണിലുണ്ട്. ജയപ്രകാശ സ്വാമി വന്നിട്ട് വലിയൊരു പെയിന്റ് കമ്പനിയുടെ ഓണറാണ്. പിന്നെ ഹരികേഷ് മഹാരാജ്, ഇങ്ങനെ ഒത്തിരി സന്യാസിമാരെല്ലാം വലിയ വലിയ കുടുംബത്തിൽ നിന്ന് വന്നിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഫൈനലി ഭിക്ഷ യാചിക്കുന്ന രീതിയിൽ, കൃഷ്ണന് വേണ്ടിയിട്ട് ഭിക്ഷ യാചിക്കുന്ന രീതിയിൽ അവർ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് എന്തിനു വേണ്ടിയിട്ടാണ്? ദിവ്യജ്ഞാനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതുവരെ ഞാനിന്ന് നിർത്താം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഈ പറയുന്ന കാര്യത്തിലോ. ദീക്ഷ എടുക്കണോ വേണ്ടയോ, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അത് ശരിയാണോ, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഒരു മാതാജി ചോദിച്ച സംശയമാണ് പ്രഭുജി. എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പൊ നമ്മള് ഒരു കനിഷ്ഠ ഭക്തനായിട്ടോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ മാത്രം ആരാധിക്കുന്ന ഒരു ഭക്തനെ നമ്മുടെ വീട്ടിലേക്ക് സത്സംഗിനായിട്ട് നമുക്ക് ക്ഷണിക്കാമോ? നമ്മളുടെ വീട്ടിലൊരു സത്സംഗം നടത്തുന്ന സമയത്ത് അവരെ ക്ഷണിക്കാമോ? ഹരേ കൃഷ്ണ പ്രഭുജി. അദ്ദേഹം ദീക്ഷ എടുത്ത വ്യക്തിയാണ്, അദ്ദേഹം പരമ്പരയിൽ വരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം കൃഷ്ണനാമം പറയുകയാണ്. പക്ഷെ അദ്ദേഹം ഒരു റോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രമാണ് നമുക്ക് വരുന്നത്. അദ്ദേഹം കൃഷ്ണനാമം നമ്മളെ വിളിച്ചു, കൃഷ്ണനെ കുറിച്ച് പറയാൻ വിളിച്ചു, അദ്ദേഹം വന്ന് സന്തോഷത്തോടു കൂടി പറയുകയാണെങ്കിൽ അത് ശരിയാണ്, അത് തെറ്റില്ല. ഓക്കെ. കോമൺ ആയിട്ട് നമ്മൾ നോക്കിയാൽ ഇസ്കോണിൽ അങ്ങനെ കാണാൻ പറ്റില്ല. ഇസ്കോണിൽ കറക്റ്റായിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലം തന്നെയാണ്. അങ്ങനെ ഒരു റോങ് ആയിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇസ്കോണിൽ തന്നെ കറക്റ്റ് ചെയ്യും, ചിലപ്പോൾ ഇസ്കോണിൽ തന്നെ പറഞ്ഞു വിടും, എല്ലാം ചെയ്യും. ഇങ്ങനെ ടോട്ടലി റോങ് ആയിട്ട് പോകുന്ന ആൾക്കാരെ വെച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ കാരണം മറ്റു ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് അതെല്ലാം ഇസ്കോൺ ചെക്ക് ചെയ്യും. എന്നിരുന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എന്നാലും നമ്മൾ ഒരുപാട് റൂഡായിട്ടല്ല, മർസി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. എങ്ങനെയെങ്കിലും അവരെ കറക്റ്റ് ചെയ്ത് എടുക്കണം. മറ്റാൾ ഇതുവരെയും വന്നില്ല, അദ്ദേഹം താല്പര്യം കാണിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടായിരിക്കും ആ ഡ്യൂട്ടിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആര് കൃഷ്ണനെ കുറിച്ച് പറഞ്ഞാലും പരമ്പരയിൽ വരുന്നുണ്ട്. കാരണം അദ്ദേഹം ദീക്ഷ എടുത്ത വ്യക്തിയാണ്, കനിഷ്ഠാധികാരിയാണ്. അതുകൊണ്ട് തീർച്ചയായും കേൾക്കണം അദ്ദേഹം പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞതുപോലെ 24 hours അങ്ങനെയാണ് ചിന്തയെങ്കിൽ ഇതാണ് പ്യുവർ ഡിവോട്ടി. ഈ തുടക്കക്കാര ഭക്തൻ പൊതുവെ എങ്ങനെയാന്ന് വെച്ചാൽ തുടക്കത്തിൽ വന്ന് ഇസ്കോണിൽ ചേരുന്നയാള് ബാക്കിയുള്ളവരെക്കാളും സീരിയസ് ആയിരിക്കും. ആ വ്യക്തിയെ നമ്മൾ ശരിക്കും റെസ്പെക്ട് ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വന്ന സ്പീഡിൽ ഭയങ്കര രസമായിരിക്കും. അവർ അത് എൻജോയ് ചെയ്യും. കൃഷ്ണാവബോധം എൻജോയ് ചെയ്തുകൊണ്ട് അവർ കൃഷ്ണാവബോധം കറക്റ്റായി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ അവർ ഗ്രേറ്റ് തന്നെയാണ്. ബാക്കിയുള്ളവർ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനടുത്ത് ഒരു എന്താ പറയുക, നമുക്കും അങ്ങനെയാണ്. എന്താ പറയുക, തുടക്കത്തിൽ നമ്മൾ ഭയങ്കര എൻതൂസിയാസമായിട്ട് ചെയ്യും ചില കാര്യങ്ങൾ, പിന്നെ ലൂസാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ റിയലൈസ് ചെയ്തുകൊണ്ട് തിരിച്ച് നമ്മളത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇത് നമുക്കും ഉണ്ടാവും. അപ്പം അതുപോലെ ഈ ഉത്തമ അധികാരിയുടെ ലെവലിൽ ആര് വരും? ഒരു തുടക്കത്തിൽ വന്ന ഓൾമോസ്റ്റ് ഒരു 80-90% ആൾക്കാർക്കും തുടക്കത്തിൽ വരുന്നവർക്കും ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. സോ നമുക്ക് വിളിക്കാം, ക്ലാസ് എടുക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ വീട്ടിലൊരു സത്സംഗം നടത്തുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഭക്തിയൊന്നും ചെയ്യാത്തവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാത്തവരും ആയിട്ടുള്ള സാധാരണ, എന്നാൽ ക്ഷേത്രത്തിൽ പോവും, അത്രമാത്രം വിശ്വസിക്കുന്ന വൈഷ്ണവരല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവര് കൃത്യമായിട്ട് ഏത് ദേവീ ദേവന്മാരെയാണോ ആശ്രയിക്കുന്നത് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് ക്ഷണിക്കാൻ പറ്റുമോ പ്രഭുജി? ഹരേ കൃഷ്ണ. ക്ഷണിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സത്സംഗം നടത്തുന്നത്. സത്സംഗം നമുക്ക് വേണ്ടി മാത്രമല്ല. അവര് ദേവീദേവനെ പൂജിക്കുന്നവര് മോശമാണെന്ന് വിചാരിക്കരുത്. കാരണം ഒരാളെയും പൂജിക്കാത്ത ഒരു വ്യക്തിയെക്കാളും ഗ്രേറ്റ് അല്ലേ അവര് ദേവീദേവനെങ്കിലും പൂജിക്കുന്നുണ്ട്. മറ്റേ ആള് നിരീശ്വരവാദി എന്ന് പറഞ്ഞ് ദൈവമേ ഇല്ല, ഈശ്വരനെ ഇല്ല, ഒരു ദൈവത്തിനെ അക്സെപ്റ്റ് ചെയ്യാതെ നടക്കുന്ന ഒരു വ്യക്തിയെക്കാളും ഗ്രേറ്റ് ആണ് അവർ. പക്ഷെ നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ അവരെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് ഒന്നും പറയണ്ട. അവരുടെ പ്രവൃത്തി അവരെങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ലളിത സഹസ്രനാമം ജപിക്കുമായിരിക്കും, അല്ലെങ്കിൽ ദേവി ഭാഗവതം വായിക്കുന്നവരായിരിക്കും, ഡെയിലി ദേവിയുടെ ടെമ്പിളിൽ പോകുന്നു, തെറ്റൊന്നുമില്ല, അവർ പൊക്കോട്ടെ. പക്ഷെ അവരുടെ അടുത്ത് പറയേണ്ടത് ഹരിനാമവും കൂടെ ജപിക്കും.
ഇത് യുഗധർമ്മമാണ്. ഈ നാമം നമ്മളെ രക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തും കൂടെ ജപിച്ചാൽ ഇത്രയും ചെയ്യുന്നില്ലേ, ഇതിൻ്റെ അകത്തൂടെ ഒരു 10 മിനിറ്റ് ഡെയിലി കൃഷ്ണനാമവും കൂടെ ജപിക്കൂ എന്നുള്ള മർസി, കാരുണ്യം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മതി. അതിനുള്ള അവസരം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. സോ ഈ സത്സംഗം വീട്ടിൽ വെച്ചാൽ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ഒരു ഇത് നോക്കരുത്, ഇവർ ഇങ്ങനെയാണ് അവരെങ്ങനെയാണെന്നൊന്നും നോക്കരുത്, എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം. നമ്മൾ വിചാരിക്കും ഇവർ മാറില്ല എന്ന്, അവരായിരിക്കും ഫ്യൂച്ചറിൽ വലിയ ഭക്തനായിട്ട് വരിക, നമ്മളെക്കാളും ഗ്രേറ്റ് ഭക്തനായിട്ട് വരിക. ചില കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇപ്പം ഇങ്ങനെ നടക്കുന്നു, ഫ്യൂച്ചറിൽ ആ വ്യക്തി സന്യാസിയായിട്ട് മാറുമായിരിക്കും. ആർക്കറിയാം? എനിക്കറിയാം. ഞാൻ വിചാരിക്കാത്ത ഒരാൾ വലിയൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു ടെമ്പിളിൻ്റെ എന്താ പറയുക പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചില്ല ഇദ്ദേഹം പ്രസിഡന്റ് ആകുമോ എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം പ്രസിഡന്റായിട്ട് ഒരുപാട് ആൾക്കാരെ പ്രീച്ച് ചെയ്ത് ഒരുപാട് പേർക്ക് ദീക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കൃഷ്ണനാമം ഒരിക്കലെങ്കിലും ജപിക്കുന്ന വ്യക്തിയെ അത്ര റെസ്പെക്ട് ചെയ്യണം. സോ നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്, ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ ഹരേ കൃഷ്ണ പ്രഭുജി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ നന്നായിട്ട് 16 കൃഷ്ണ ശിക്ഷ സ്വീകരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ ആളിന് വയ്യാതായി അത് ലഭിക്കാൻ സാധ്യതയുണ്ടോ? എനിക്ക് വോയിസ് കംപ്ലീറ്റ് ബ്രേക്കായി, കേട്ടില്ല. ദീക്ഷ മേടിക്കാൻ താല്പര്യമുണ്ടെന്ന് മാത്രമേ കേട്ടുള്ളൂ. വാങ്ങിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. മാല ജപിക്കും, 32 മാല ജപിക്കുന്നുണ്ട്. പോയ ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളിനെ യാത്രയൊന്നും വയ്യാത്ത ഒരാളാണ്. ആളിന് ശിക്ഷ ലഭിക്കാനുള്ള അർഹത കിട്ടുമോ? ദീക്ഷ ലഭിക്കാനുള്ള അർഹത കിട്ടുമോ? യാത്ര ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷയമല്ല നമുക്ക്. ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല, അതിൽ വിഷയമല്ല. പക്ഷെ അയാളുടെ ബോധത്തില് ആ വ്യക്തിക്ക് നാമം ജപിക്കുന്നുണ്ട്, പുസ്തകം വായിക്കുന്നുണ്ട്, ശാസ്ത്രം പഠിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അത്. ഗുരുവിനെ ഫോളോ ചെയ്യാൻ അതായത് 4 നിയമങ്ങൾ ഫോളോ ചെയ്യാൻ പുള്ളി റെഡിയാണ്. ഓക്കെ, ഒരു കാര്യം അദ്ദേഹം റെഡി. പിന്നെ 16 മാലയേക്കാളും കൂടുതൽ ജപിക്കുന്നുണ്ട്, അപ്പോഴും അദ്ദേഹം ഓക്കെയാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്, അദ്ദേഹം ഓക്കെയാണ്. അദ്ദേഹം ദീക്ഷ എടുക്കാൻ പറ്റും, തീർച്ചയായും എടുക്കാൻ പറ്റും. ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ പറ്റില്ല, രോഗി വയ്യാത്ത ആളാണ്, കൃത്യമായും മരുന്നൊക്കെ കഴിക്കേണ്ട ആളാണ്. ഏകാദശി നോക്കാനായിട്ട് പറ്റില്ല, കാരണം കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. ആ മരുന്ന് ആഹാരത്തിന് ശേഷമാണ് മരുന്ന് കഴിക്കുന്നത്. അങ്ങനെയുള്ള ഏകാദശി നോക്കാൻ പറ്റാതെ വരുന്ന ആളാണ്. പക്ഷെ ഭഗവാനോട് ഒരുപാട് ഭക്തിയുണ്ട്. എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു ഗുരുവിനെ സമീപിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ള ഒരാള്. പക്ഷെ സാഹചര്യങ്ങളെല്ലാം നേരെ മറിച്ചുമാണ്. മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഭഗവാനെ ഹൃദയത്തിൽ വഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു ഗുരുവിനെ പ്രാപ്തമാക്കാനായിട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏകാദശിക്ക് മരുന്നെടുത്താലും നമ്മൾ പട്ടിണി കിടന്നിട്ടല്ല ഏകാദശി എടുക്കുന്നത് പലപ്പോഴും. അതായത് ഫുൾ ഡേ ഒന്നും കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഏകാദശി എടുക്കാം. പക്ഷെ വെള്ളം കുടിച്ചിട്ടെടുക്കുന്ന ആൾക്കാരുണ്ട്, ഇനി വന്ന് കഴിച്ചിട്ടെടുക്കുന്നവരുണ്ട്. കഴിച്ചിട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ പലതരത്തിൽ കഴിക്കാൻ പറ്റും. നമുക്ക് എന്താ പറയുക, റൂട്ട്സ്, കിഴങ്ങ്, കപ്പ, ഇത് മരിച്ചീനി, അല്ലെങ്കിൽ വേറെന്താണ് മധുരക്കിഴങ്ങ്, ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടെടുക്കാം. അതുകൂടാതെ വെജിറ്റബിൾസിലൊക്കെ സബ്ജികൾസൊക്കെ ഉണ്ടാക്കാം. അതാരെങ്കിലും ഒരു ദിവസം ഡ്യൂട്ടിനെ വിളിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ അവരത് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കി വെക്കുക. ഇതിനകത്ത് ഒരുപാട് കാര്യം കഴിക്കാനുണ്ട്. ഇനി ഫ്രൂട്ട്സ് കഴിക്കാം, കരിക്ക് കഴിക്കാം, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാം, അങ്ങനെ കഴിക്കാൻ പറ്റാതെ വേണ്ട, കഴിക്കുക, മരുന്നെടുക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റും. ഒട്ടുമേ പറ്റൂല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അടുത്ത ചാൻസ് പോകുന്നത്. സോ അദ്ദേഹത്തിന് പറയൂ, തീർച്ചയായും എടുക്കാൻ പറ്റും. കുറച്ചുകൂടെ ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത്, ഇവിടെ എക്സാം ഒക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പഠിക്കുക, എക്സാം എഴുതുക, പാസ്സാവുക, അതിലെടുക്കാൻ പറ്റും. പക്ഷെ എന്തായിരുന്നാലും എക്സാം തീർച്ചയായിട്ടും എഴുതേണ്ടി വരും. ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, സിമ്പിളായിട്ടുള്ള ഫിലോസഫി, ബേസിക് ഫിലോസഫി എങ്കിലും ഒരാൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്, ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും.
അതിന് 2-3 എക്സാം ഉണ്ട്. അത് ഓരോന്നായിട്ട് എഴുതി പോയാൽ അവർക്ക് ചെയ്യാൻ പറ്റും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ആള് ഇപ്പോഴാണെങ്കിൽ ഉള്ളി വെളുത്തുള്ളി ഒന്നും കഴിക്കുന്നില്ല, ഇറച്ചി മീൻ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും കഴിക്കത്തില്ല. പിന്നെ നന്നായിട്ട് ഭഗവാനെ 2 നേരവും 4 നേരം ആരാധിക്കുന്ന ആളാണ്. പക്ഷേ മൊബൈലുമായിട്ട് വലിയ ടച്ച് ചെയ്യില്ല. എന്തെങ്കിലും ഒരു ഓൺലൈനിലേ പഠിക്കാൻ പറ്റുമോ? ഓൺലൈനിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എഴുതി കൊടുക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ആളാകുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റാതെ വരുമല്ലോ. അതൊന്നും കുഴപ്പമില്ല. അത് വിജയമന്ത് പ്രൂവായിട്ട് ബന്ധപ്പെടും. ഓക്കെ, അദ്ദേഹം അതിനെ ഏർപ്പാട് ചെയ്തു തരും. അതൊന്നും വിഷയമല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. വേറെ ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി, നമ്മുടെ എക്സാം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ദീക്ഷ എടുക്കണമെങ്കിൽ ഭഗവത്ഗീതയും 1-ാം സ്കന്ധവും ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധവും വായിച്ചിരിക്കണമെന്ന് ഒരു ഇതില്ലേ പ്രഭു? അപ്പോ ആ എക്സാം ശ്രീമദ് ഭാഗവതത്തിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണുമോ പ്രഭു? ഹരേ കൃഷ്ണ. ഉണ്ടാകും. ചിലത് ഓപ്പൺ ടെക്സ്റ്റ് ആണ്, അതായത് ബുക്ക് തുറന്നു വെച്ച് തന്നെ എഴുതാം, പ്രശ്നമല്ല. വീട്ടിലിരുന്ന് തന്നെ എഴുതാം. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരെന്താ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫിലോസഫി നിങ്ങൾ മനസ്സിലാക്കിയോ എന്നാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ പരീക്ഷയ്ക്ക് പോയിട്ട് പരീക്ഷ എഴുതി മാർക്ക് എടുത്ത് ജോലിക്ക് പോകുന്നതിന് വേണ്ടിയിട്ടല്ല. ബേസിക് ആയിട്ടുള്ള കാര്യമെങ്കിൽ ഇപ്പോൾ പ്രളയം വന്നില്ലേ, ഇത്രയും ആൾക്കാർ മരിച്ചില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിൽ തോന്നണം, ഈ പ്രളയം വന്ന് ഇത്ര പേര് മരിച്ചു, ഇവർ മരിച്ചാൽ എന്താ സംഭവിക്കുന്നു? അപ്പോൾ ഇവർ മരിച്ചിട്ടുണ്ടോ? ഇവരുടെ ശരീരം മാത്രമാണോ നഷ്ടപ്പെട്ടത്? ഈ ആത്മാക്കളൊക്കെ ഉണ്ടോ? ഇല്ല, ഇവരെന്തുകൊണ്ടാണ് മരിച്ചത്? ഇവർക്ക് എന്തെങ്കിലും കർമ്മം ഉണ്ടോ? അങ്ങനെ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ചിലർ ബ്ലൈൻഡായിട്ട് പറയും ദൈവമേ ഇല്ല, കണ്ട ദൈവം ഉണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ ഒന്നിച്ച് കൊല്ലുമോ എന്ന് അങ്ങനെ ബ്ലൈൻഡായിട്ട് പറയാം. പക്ഷെ ആ അവസ്ഥയിൽ ഒരു ഭക്തൻ എത്താൻ പാടില്ല. അതിന് ഒരു കാരണമുണ്ട്. ആദി ദൈവിക ക്ലേശം നമ്മൾ പഠിക്കുന്നുണ്ട്, ആദി ഭൗതിക ക്ലേശം, ആധ്യാത്മിക ക്ലേശം. അപ്പോൾ ഇത് ഇവിടെ എന്താ പ്രശ്നം പറ്റിയിരിക്കുന്നത്? ഇത് ദൈവിക ക്ലേശം, ദേവൻ കൊടുത്തതാണ് ഈ പ്രശ്നം, വേറെ ആരും കൊടുത്തില്ല. എന്തുകൊണ്ട് ദൈവം കൊടുത്തു? എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് ഈ ജീവാത്മാക്കൾ, ആ മിസ്റ്റേക്കിന്റെ പണിഷ്മെന്റ് ആണ്. അപ്പൊ ആ ഒരു ഫിലോസഫിക്കലി അണ്ടർസ്റ്റാൻഡിങ് ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. ഭഗവത്ഗീതയിൽ 2-ാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്, ജീവിക്കുന്നവർക്ക് വേണ്ടിയോ മരിക്കുന്നവർക്ക് വേണ്ടിയോ ചൊല്ലി ഒരു ബുദ്ധിമാന്മാർ വിലപിക്കുന്നില്ല എന്ന് പറയും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിച്ചാലും മരിച്ചാലും ഈ സോള് മരിക്കുന്നില്ല, സോൾ അവിടെ തന്നെ ഉണ്ടാവും. ഈ ശരീരം വിട്ടാൽ അടുത്ത ശരീരത്തിലോട്ട് പോകും. അപ്പോൾ അവിടെ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും എല്ലാം പ്രകൃതി ദുരന്തത്തിൽ മരിച്ചു കാണാം. പക്ഷെ മരിച്ചവരിൽ കൃഷ്ണഭക്തനാണെങ്കിൽ നേരെ കൃഷ്ണന്റെ ലോകത്ത് പോകും. നല്ല പുണ്യം ചെയ്ത വ്യക്തിയാണെങ്കിൽ എവിടെ പോകും? സ്വർഗരാജ്യത്ത് പോകും. പാവം ചെയ്തവരാണെങ്കിൽ നരകത്തിൽ പോകും. അത്രേ ഉള്ളൂ. എന്നാൽ അവരെല്ലാം അടുത്ത ബോഡി സ്വീകരിക്കും തീർച്ചയായും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു ദിവസം മരിക്കും. പക്ഷെ ഇവിടെ എന്തോ ഒരു സംഭവം, അത് ദൈവത്തിൻ്റെ കൺട്രോളിലാണ്. അപ്പം അങ്ങനെ ഒരു ബേസിക് ചിലർ അങ്ങനെ ഈ ഒരു ഇൻസിഡന്റ് കണ്ടിട്ട് എന്തോ ഭയങ്കര ഷോക്കായിട്ട് അവർ ഇമ്മീഡിയറ്റ് പറഞ്ഞു ദൈവവും ഇല്ല, ഒന്നുമില്ല, എൻ്റെ വിശ്വാസം കംപ്ലീറ്റ് തീർന്നു, ഇനി ഞാൻ ദൈവത്തിനെ ആരാധിക്കില്ല എന്ന് പറയും. അങ്ങനെ ആരാധിച്ചാൽ നമ്മൾ മൃഗത്തിനെ പോലെ ആയിരിക്കും, തിരിച്ച് അതമ്പതിച്ചേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫിലോസഫിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ബുക്കുകളും. നമുക്ക് ഡയറക്റ്റായിട്ട് ദീക്ഷ എഴുതാൻ പറ്റില്ല. ഫസ്റ്റ് കൃഷ്ണ സേവക് എന്ന് പറഞ്ഞാൽ 4 മാല ജപിക്കുന്നവരാണ്. ചിലപ്പോൾ നിങ്ങൾ 16 മാല ജപിക്കുമായിരിക്കും. എന്നാലും ഈ 4 മാല ജപിക്കുന്നവർക്കുള്ള ഒരു എക്സാം ഉണ്ട്. അതിനൊരു 3 ബുക്കുകളുണ്ട്. ആ 3 ബുക്കിലും ഒരു ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ചെറിയ ബുക്ക് വായിച്ചിരിക്കണം. അതീതം എന്ന് പറയുന്ന ഒരു ബുക്ക് കംപ്ലീറ്റ് വായിച്ചിരിക്കണം. പിന്നെ ആത്മഗവേഷണം എന്ന് പറയുന്ന ബുക്കിൻ്റെ ഒരു ആദ്യത്തെ 2 ചാപ്റ്റർ ഉണ്ട്, വായിച്ചിരിക്കണം. ഭഗവത്ഗീതയിലെ ആ ഇൻട്രഡക്ഷൻ ചാപ്റ്റർ വായിച്ചിരിക്കണം. ഇങ്ങനെ വായിച്ചിട്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. ഈ ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ നമ്മൾ ഫസ്റ്റ് എക്സാം പാസ്സായി. എന്താണ് അതിനകത്ത് ചോദിക്കുന്നത്? പ്രാക്ടിക്കലി നമ്മൾ എത്ര മാല ജപിക്കും, എത്ര കാലം ജപിക്കുന്നു, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിനെല്ലാം ആൻസർ ചെയ്യണം. ഇത് ചെയ്ത് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം കഴിഞ്ഞിട്ട് അടുത്ത എക്സാം എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ ആ ഫിലോസഫി മനസ്സിലാക്കി, അടുത്ത ഫിലോസഫി മനസ്സിലാക്കി, അങ്ങനെ പ്രഭുപാദാശ്രയ, പിന്നെ ഗുരു ആശ്രയ, അത് കഴിഞ്ഞാണ് ദീക്ഷ പോകുന്നത്. മിനിമം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ഒരു 2 വർഷം 3 വർഷം എടുക്കും. ഇസ്കോൺ അങ്ങനെ പോകത്തുള്ളൂ. ഇസ്കോൺ അതുകൊണ്ട് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ഇപ്പൊ തന്നെ അത് പഠിച്ചു തുടങ്ങാം ആ കാര്യങ്ങൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ആദ്യം പറഞ്ഞ ചെറിയ ബുക്കിന്റെ പേരെന്താണ് പ്രഭു? അതീതം. അതീതം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ.
അപ്പോൾ ഈ ആരെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ വിജയമന്ത്ര പ്രഭുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ ഫസ്റ്റ് എക്സാം കൃഷ്ണ സേവക്കിന് ഉള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും. എന്തൊക്കെ ബുക്ക് വായിക്കണം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അയച്ചു തരും, അതിലങ്ങ് തുടങ്ങാം. നിങ്ങൾ ദീക്ഷ എടുക്കണോ വേണ്ടയോ എന്ന് പിന്നെ തീരുമാനിക്കാം. പക്ഷെ ഇത്രയും ബുക്ക് പഠിച്ചങ്ങ് പോവാം, അതും ചെയ്യാം. ഇല്ല എനിക്ക് ഇപ്പോൾ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് എനിക്ക് ദീക്ഷയൊന്നും എടുക്കാൻ പറ്റില്ല, വേണ്ട, പക്ഷെ ഇതൊക്കെ പഠിക്കാമല്ലോ, ഇതൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യാമല്ലോ. എന്നിട്ട് ആ സാഹചര്യം ഒത്തു വരുമ്പോൾ 2 വർഷം കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും മാറാം. വീട്ടിലെല്ലാവരും ഓക്കെ പറയാം, വീട്ടുകാരും ഡിവോട്ടി ആവാം, എങ്ങനെ വേണമെങ്കിലും മാറാം. അപ്പോൾ നമ്മൾ ഇപ്പോഴേ ആ സമയം എന്താ പറയുക വേസ്റ്റ് ചെയ്യാതെ അപ്പം തന്നെ പഠിച്ചു പോവുക. ഓക്കെ, ഹരേ കൃഷ്ണ. വേറെ ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ സേവക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എത്ര കാലം കഴിഞ്ഞിട്ട് അടുത്ത ലെവല് പ്രഭുജി? ഒരു മിനിമം ഒരു 4 മാസം 3 മാസം ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് തന്നെ എഴുതാം. സെക്കൻഡ് ലെവല് ഏത് ബുക്കൊക്കെ പ്രഭുജി? ഇതിൽ എഴുതുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അടുത്ത 4 റൗണ്ട്സിൽ നിന്ന് 8 റൗണ്ട്സ് ആയിരിക്കണം. ആ 8 റൗണ്ട്സ് കറക്റ്റായിട്ട് കഴിക്കുന്ന വ്യക്തികളായിരിക്കണം. ഈ 4 എന്താ പറയുക, ചിലർ വെജിറ്റേറിയൻ ആയിരിക്കണം, ചിലതിന് അതിൽ പറയും വെജിറ്റേറിയൻ ആവണമെന്നുണ്ടെങ്കിൽ ആവണമെന്ന് പറയും, ആവണ്ടെന്നുണ്ടെങ്കിൽ ആവണ്ട. അപ്പോൾ അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വായിച്ചു നോക്കിയിട്ട് ഓക്കെ ഇതെല്ലാം എനിക്ക് അഥവാ നമുക്ക് പറ്റിയില്ലെങ്കിൽ മാറ്റി വയ്ക്കുക. ഓക്കെ, ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് അത് പ്രാക്ടീസ് ചെയ്തിട്ട് തിരിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ പതുക്കെ ഒരാളെ മാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാം വയ്ക്കുന്നത്. ഒറ്റയടിക്ക് നമുക്ക് ദീക്ഷയിൽ വന്നിട്ട് അതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ ക്രമേണ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നാൽ പിന്നെ ഈ ദീക്ഷ വരുമ്പോൾ ഈസി ആയിരിക്കും നമുക്ക് കാര്യം അതിന് വേണ്ടിയിട്ട്. സെക്കൻഡ് ലെവലിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രഭുജീനെ കോണ്ടാക്ട് ചെയ്യാനാണ് പറയുന്നത്. ജയമുകുന്ദ പ്രഭുജീനെ ആദ്യത്തെ ലെവൽ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ പ്രഭു സെക്കൻഡ് ലെവലിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ലെവലിന്റെ എക്സാം എഴുതിക്കോളും. ഹരേ കൃഷ്ണ പ്രഭുജി. ഫസ്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട് പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യും ഇതിന്റെ ബാലൻസ്. വാഞ്ചാകൽപാതരൂപ്യസ്യ കൃപാസിന്ധുഭ്യവ ച പതിതാനന്ദ വൈഷ്ണവ അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ. ശ്രീല പ്രഭുപാദ കി ഗൗരവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി.